ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, സ്നേഹമുള്ള സഹോദരങ്ങളെ, എല്ലാവർക്കും വീണ്ടും വരുന്നവനായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ആദ്യത്തെ ധ്യാനം നയിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഇറ്റ് ഈസ് നോട്ട് ഫോർ ഇൻഫർമേഷൻ ബട്ട് ഫോർ ട്രാൻസ്ഫോർമേഷൻ. ഈ വ്യക്തി ജീവിതം, എൻ്റെ ജീവിതത്തിൽ ഈ പഠന പരമ്പരയിൽ സംബന്ധിക്കുന്നതുകൊണ്ട് എൻ്റെ ആധ്യാത്മിക ജീവിതത്തിൽ എന്ത് പരിപോഷണം എനിക്ക് ലഭിച്ചു എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അച്ഛൻ പ്രസ്താവിച്ചത് വളരെ പ്രസക്തമായിരിക്കുന്ന ഒരു വിഷയമാണ്. പ്രാർത്ഥനയില്ലാതെ ഈ ദൈവവചനം സംവേദനം ചെയ്യാൻ ഒരിക്കലും സാധിക്കത്തില്ല. 1-1.5 മണിക്കൂർ പ്രാർത്ഥിച്ചെങ്കിലേ 3/4 മണിക്കൂർ 1 മണിക്കൂർ പ്രസംഗിക്കാനായിട്ട് സാധിക്കൂ. എവിടെയെങ്കിലും കൺവെൻഷന് പോയാൽ ഉച്ച കഴിഞ്ഞുള്ള ഭവന സന്ദർശനം ഞാൻ ഒഴിവാക്കും. 4 മണി മുതലുള്ള സമയം പ്രാർത്ഥിക്കുന്നതിനായിട്ടും ഒരുങ്ങുന്നതിനുമായിട്ടുമായിരിക്കും വേർതിരിക്കുന്നത്. അതതിൻ്റെ ഫലം കണ്ടിട്ടുണ്ട്. അനേക പ്രിയപ്പെട്ടവർ കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുകയും പലരും കർത്താവിൻ്റെ വേലയ്ക്കായി സമർപ്പിക്കുകയും ചെയ്യുന്നത്, അവരിന്നും എന്നേക്കാൾ മെച്ചമായിരിക്കുന്ന ശുശ്രൂഷ നിർവഹിക്കുന്നത് കാണുന്നതും ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. ഞാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ ചിലർ അങ്ങനെ ആയിരുന്നെങ്കിൽ എന്നാണ്. കർത്താവിൻ്റെ വേല ചെയ്യാനായിട്ട് ഏത് പ്രായത്തിലും ഏത് ചുറ്റുപാടിലും ആർക്കുമാവാം. അതിന് പ്രത്യേകമായ ഒരു പരിശീലനം സിദ്ധിക്കണമെന്നില്ല. പരിശീലനം സിദ്ധിക്കുന്നത് നല്ലത് തന്നെ. പക്ഷേ ദൈവത്തെ ജീവിതവൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന യാതൊരുവനും ആയിരിക്കുന്ന ഇടത്ത് തൻ്റെ വ്യക്തി ജീവിതത്തിലൂടെ താൻ അനുഭവിക്കുന്ന ആത്മീക യാഥാർത്ഥ്യങ്ങൾ താൻ അറിയാതെ തന്നെ സംവേദനം ചെയ്തുകൊണ്ടേയിരിക്കും. വാട്ട് വി ആർ സ്പീക്സ് ലൗഡർ ദാൻ വാട്ട് വി സേ. അങ്ങനെ ഒരു പറച്ചില്ല. നാം എന്തായിരിക്കുന്നു എന്നുള്ളത്, നാം എന്ത് പറയുന്നു എന്നുള്ളതിനേക്കാൾ ഉച്ചത്തിൽ ലോകത്തോട് സംസാരിക്കുന്നു. അവർ ബീയിങ് ഇറ്റ് സെൽഫ്, അതൊരു വലിയ സാക്ഷ്യമാണ്. അങ്ങനെ ആവാൻ ദൈവം നമുക്കിടവരുത്തട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പാട്ടിലേക്ക് വരാം. തേനിനേക്കാളും തെൻകട്ടേക്കാളും നാവിനു മധുരം നൽകും തിരുവചനം. തേനിനേക്കാളും തെൻകട്ടേക്കാളും നാവിനു മധുരം നൽകും തിരുവചനം. ബാലൻ തൻ്റെ നടപ്പ് നിർമ്മലമാക്കിടുവാൻ വേദപ്രമാണം മൂലം കാത്തു സൂക്ഷിച്ചിടണം. തേനിനേക്കാളും തെങ്കട്ടേക്കാളും നാവിനു മധുരം നൽകും തിരുവചനം. തേനിനേക്കാളും തെങ്കട്ടേക്കാളും നാവിനു മധുരം നൽകും തിരുവചനം. പ്രാർത്ഥനയ്ക്കായി നമുക്കൊരുങ്ങാം. നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കി, എന്നോട് ഇടപെടണമേ, എന്നോട് സംവദിക്കണമേ, അവിടുത്തെ ശബ്ദം കേൾപ്പിക്കണമേ, തിരിച്ചറിയാനും ചോദ്യം ചെയ്യാതെ അനുസരിപ്പാനുമുള്ള കൃപ എനിക്ക് തരണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, തിരുവചനത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമെന്ന് യേശു മൂലം പ്രാർത്ഥിക്കുന്നു. ദയവുണ്ടായി കേൾക്കണമേ. ആമേൻ. നമ്മൾ 2 ക്ലാസ്സുകളിലായിട്ട് ചർച്ച ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത് ഈ പുസ്തകത്തിൻ്റെ ചെറിയ ബാക്ക്ഗ്രൗണ്ടാണ്. നമ്മൾ 1-ാമത്തെ അധ്യായത്തിൽ വായിച്ചത് അവർ ശീനാർ ദേശത്ത് കൊണ്ടുവന്നു. ആ ശീനാർ ദേശം എന്നുള്ളതിന് മറ്റ് പേരുകളുള്ളതും അതിൻ്റെ ചരിത്ര പശ്ചാത്തലം അല്പമായി വിശദീകരിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചു.
ഈ ദാനിയേലിൻ്റെ പുസ്തകം നമ്മൾ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒത്തിരി വിമർശനങ്ങൾ ഇതിനെക്കുറിച്ചുണ്ടായിട്ടുള്ളൊരു പുസ്തകമാണ്. ദാനിയേൽ ചരിത്രത്തിൽ ജീവിച്ചിരുന്നില്ല എന്നും സംഭവങ്ങൾ നടന്നതിന് ശേഷം മറ്റാരോ അദ്ദേഹത്തിൻ്റെ പേരിൽ എഴുതിയ പുസ്തകമാണെന്നും ഒക്കെ വരെ പറയുന്ന ആളുകളുണ്ട്. അവർ പറയുന്നത് അന്ത്യോക്കസ് എപ്പിഫാനസിൻ്റെ കാലത്ത് സംഭവിച്ചതായിരിക്കുന്ന കാര്യങ്ങൾ പോലും ആ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സംഭവിക്കാനുള്ള കാര്യങ്ങൾ അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടത് സ്വീകാര്യമല്ല എന്ന്. അപ്പോൾ അക്കൂട്ടരോട് നമുക്കെന്നെ മറുചോദ്യം അങ്ങോട്ട് ചോദിക്കാനായിട്ടുള്ളത്, സംഭവിക്കുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് പ്രവചിച്ചതും അത് പൂർത്തീകരിച്ചതുമായിരിക്കുന്ന ചരിത്രം നമ്മൾ ജീവിക്കുന്ന ലോകത്തുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മുടെ പ്രിയനായിരിക്കുന്ന കർത്താവിൻ്റെ തിരുജനനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഏകദേശം 600-700 വർഷങ്ങൾക്ക് മുൻപ് യേശു ജനിക്കുന്നതിന് മുൻപ് പ്രവചിച്ച പ്രവചനമാണ്. ആഹാസിനോടുള്ള അറിയിപ്പായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ആ പറഞ്ഞ പ്രകാരം തന്നെ ചരിത്രത്തിൽ യേശു ജനിച്ചു. എവിടെ ജനിക്കുമെന്ന് പറഞ്ഞു, അത് അതുപോലെ സംഭവിച്ചു. ഏത് ഗോത്രത്തിൽ ജനിക്കുമെന്ന് യെശയ്യാവ് പറഞ്ഞു. ഏത് ഗോത്രത്തിലാണ് ജനിക്കുന്നത്? ഇശായിയുടെ കുറ്റിയിൽ നിന്നൊരു മുള പൊട്ട് പുറപ്പെട്ടു വരും. എവിടെയാണ് വാക്യം? യെശയ്യാ പ്രവചനം 11-ാം അധ്യായത്തിൽ. അവന്മേൽ ആവസിക്കുന്ന ആത്മാവിൻ്റെ ആട്രിബ്യൂഷൻസ് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 7 കാര്യങ്ങൾ, 7 ഗുണങ്ങൾ അവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ ഒറ്റ കാരണത്താൽ അത് തള്ളിക്കളയാനായിട്ട് സാധ്യമാണ്. പിന്നെ ഞാനൊരു ചോദ്യം, നമ്മുടെ ഒരു സ്റ്റഡി ആയതുകൊണ്ട് ചോദ്യം അങ്ങോട്ട് ചോദിക്കാം. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ദാനിയേൽ ഒരു പ്രവാചകനാണെന്ന് വിശ്വസിക്കുന്നത്? മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരവാണ്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം. ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളിച്ചത് ആരാ പറഞ്ഞ്? യേശു കർത്താവാണ്. യേശു കർത്താവ് എന്താ വിളിച്ചത്? ദാനിയേൽ പ്രവാചകൻ. ദാനിയേൽ പ്രവാചകൻ. ഈ എസെക്കിയേലിൻ്റെ സമകാലീനരായിരുന്നു എന്ന് ബോധ്യമാകുന്ന മറ്റൊരു റെഫറൻസ് എസെക്കിയേൽ പ്രവചനത്തിൽ നമുക്ക് വായിക്കാം. എസെക്കിയേൽ പ്രവചന 14-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യം. അതിൽ 14-ാമത്തെ വാക്യമാണ് പ്രധാനമായിട്ട്. എസെക്കിയേൽ 14, 12 മുതൽ 14 വരെയുള്ള വാക്യം. ആ ആ ആ ആരൊക്കെയാണ്? നോഹ, ദാനിയേൽ, ഇയ്യോബ്. ഈ 3 പേരെ ഒരുമിച്ച് ചേർത്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നോഹയുണ്ട്, ഇയ്യോബുണ്ട്, ദാനിയേലുണ്ട്. ചരിത്ര പുരുഷനാണ് ദാനിയേൽ എന്ന് വിശ്വസിക്കാൻ പോരുന്ന ഒരു രേഖയാണ്. മാത്രമല്ല, നമ്മളെ വിശ്വസിക്കാൻ ഒറ്റ വാക്യം മാത്രം മതി. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ യേശു കർത്താവ് പറഞ്ഞു, ശൂന്യവാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുമ്പോൾ വായിക്കുന്നവൻ ചിന്തിക്കട്ടെ എന്ന് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതിന് ഇത് യേശു തന്നെ ലോകത്തിൽ ആരുന്ന സന്ദർഭത്തിൽ പറയുന്നത്. ഈ പ്രവാചക പുസ്തകങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ഇതിനകത്തെ പ്രധാനപ്പെട്ട ഇതിവൃത്തം എന്താണ്? ഇതിനകത്തെ പ്രധാനപ്പെട്ട സബ്ജക്റ്റ് എന്താണ്? കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ചതാണ്. വേദപുസ്തകം ഉടനീളം പരിശോധിച്ചാൽ അതിനകത്ത് എഴുതിയിരിക്കുന്ന സബ്ജക്റ്റ് എന്താണ്? ഒരു സെന്റൻസ് പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? ഒരു വേർഡ് പറഞ്ഞാൽ എന്ത് പറയും? ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ ചരിത്രരേഖയാണ് ഇതിലുടനീളം നമ്മൾ കാണുന്നത്. ദൈവം തൻ്റെ ചരിത്രത്തിൽ വീണ്ടെടുക്കാൻ നടന്ന പ്രക്രിയയുടെ ചരിത്രരേഖയാണ് ഇതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒറ്റ വാക്ക് പറഞ്ഞാൽ എന്തു പറയും? ഒറ്റ വാക്ക് പറഞ്ഞാൽ യേശുക്രിസ്തു
വേദപുസ്തകത്തിലുടനീളം നിലനിൽക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. ഈ കർത്താവ് ലോകത്തിലായിരുന്ന സന്ദർഭത്തിൽ ഇത് സാധൂകരിക്കുന്ന ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷത്തിലാണ്, 24-ാം അധ്യായത്തിലാണ്. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 44-ാമത്തെ വാക്യമാണെന്നാണ് എൻ്റെ ഓർമ്മ. നോക്കിയാട്ടെ, ലൂക്കോസ് 24:44 യേശു തമ്പുരാൻ തന്നെ പറഞ്ഞിരിക്കുകയാണ്. എവിടൊക്കെയാണ് തന്നെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത്? മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. എവിടൊക്കെ എഴുതിയിട്ടുണ്ട്? മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും പിന്നെ സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച്, ചുരുക്കി പറഞ്ഞ വേദപുസ്തകത്തിലുടനീളം പരാമർശിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. അപ്പോൾ ഈ പുസ്തകത്തിൽ ഇത് ബാബേൽ പ്രവാസത്തിൽ ഇവർ പോകുന്നതിന് മുൻപേ, ബാബേൽ പ്രവാസത്തിലേക്ക് പോകുമെന്ന് നേരത്തെ അരുളി ചെയ്ത കാര്യം, നേരത്തെ പ്രവചിച്ച കാര്യം ഒരു പ്രാവശ്യം ഞാൻ പരാമർശിച്ചതാണ്. പക്ഷെ റെഫറൻസ് പറഞ്ഞില്ല. ഈ ഹബക്കൂക്ക് എന്ന് പറഞ്ഞൊരു പ്രവാചകനുണ്ടല്ലോ, ഈ ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ ആദ്യത്തെ പരാമർശം കാണാം. ഹബക്കൂക്ക് പ്രവചനം 1-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. അതായത് ഈ അക്രമവും അനീതിയും വഷളത്വവും ഒക്കെ പെരുകുന്ന ഒരു പശ്ചാത്തലത്തിൽ ജീവിക്കുമ്പോൾ പ്രവാചകന് ഒരു സംശയം, ദൈവം ഇത് കാണുന്നില്ലയോ എന്നൊക്കെ ചോദ്യം ചോദിക്കുകയാണ് ദൈവത്തോട്. എന്നിട്ട് ഒരു റെസല്യൂഷൻ എന്നോണം അദ്ദേഹത്തിന് കൊടുക്കുന്ന മറുപടി എന്താണ്? 1-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം, ഹബക്കൂക്ക് പ്രവചനം. ഞാൻ ഉഗ്രതയും വേഗതയുമുള്ള ജാതിയായ കൽദയരെ ഉണർത്തും. ആർക്ക് എതിരെ? ഇസ്രായേലിനെതിരെ. ഇസ്രായേൽ ധാർമ്മികമായി അധഃപതനത്തിലേക്ക് പോയപ്പോൾ ഇതെന്താ നീ കാണുന്നില്ലയോ എന്ന് ഹബക്കൂക്ക് വിലപിച്ചപ്പോൾ വിലപിച്ച ഹബക്കൂക്കിനോട് ദൈവം പറയുകയാണ്, ഞാൻ ഉഗ്രതയും വേഗതയുമുള്ള കൽദയരെ ഉണർത്തും, അവരെ കൊണ്ട് ശിക്ഷണം പഠിപ്പിക്കും എന്ന് അവിടെ നമ്മളെ വായിക്കുന്നു. മീഖാ പ്രവചനം 4-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. എല്ലാം വായിക്കണ്ട, ഇനി അടുത്ത ഒരു വാക്യം കൂടെ വായിച്ചാട്ട് യെശയ്യാ പ്രവചനം 39-ാം അധ്യായത്തിൻ്റെ 6-ഉം 7-ഉം വാക്യങ്ങൾ കൂടെ വായിക്കാം. യെശയ്യാ പ്രവചനം 39-ാം അധ്യായത്തിൻ്റെ 6-ഉം 7-ഉം വാക്യങ്ങൾ. ഒട്ടൊഴിയാതെ ബാബേലിലേക്ക് എടുത്തുകൊണ്ട് പോകും. അടുത്തത് അടുത്തത് അവർ ബാബേൽ രാജാവിൻ്റെ രാജധാനിയിൽ ആരായിരിക്കും? ഇനി പുറകെ വരുന്നുണ്ട്. നമ്മൾ ഡീറ്റെയിൽസ് ഡീറ്റെയിൽഡായിട്ട് പഠിച്ചു കഴിയുമ്പോൾ ആ പദം വീണ്ടും വരുന്നുണ്ട്. അതുകൊണ്ട് അന്നേരം നമുക്കത് പരാമർശിക്കാം, ഓർത്തിരുന്നാൽ മതി. ഹിസ്കിയാ രാജാവ് തൻ്റെ അരമനയിലുള്ള തൻ്റെ ഭണ്ഡാരഗൃഹത്തിലുള്ള സകല സാധനങ്ങളും കാണിച്ചു കഴിഞ്ഞപ്പോൾ പ്രവാചകൻ പറയുകയാണ്, നീ ചെയ്യാൻ പാടില്ലായിരുന്നു, പക്ഷേ നീ ഇത് ചെയ്തതുകൊണ്ട്, ദൈവത്തിന് ഇഷ്ടമല്ലാത്ത നീ ചെയ്തതുകൊണ്ട് ഈ കാണിച്ചതെല്ലാം ബാബേലിലേക്ക് എടുത്തുകൊണ്ട് പോകും. തിരികെ കൊണ്ടുവന്നു. അത് തിരികെ എണ്ണി ഇസ്രായേൽ ജനത്തിന് കൊടുത്ത കാര്യങ്ങളൊക്കെ പിന്നീട് പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ബാബേൽ രാജാവിനെ ദൈവം വരുത്തി ഇത് സംഭവിക്കുമെന്ന് ബാബേൽ രാജാവ് ആക്രമിക്കുന്നതിന് മുൻപേ പ്രവചിച്ചിരുന്നു, ഇങ്ങനെ സംഭവിക്കുമെന്ന്. അപ്പോൾ 2-3 റെഫറൻസോട് നിങ്ങൾ എഴുതിയെടുത്തു. യിരെമ്യാ പ്രവചനം 36-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 29 വരെ, യിരെമ്യാ പ്രവചനം 25-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ഇനി അടുത്ത ഒരു ചോദ്യം കൂടെ. ഈ പുസ്തകത്തിൽ ദാനിയേൽ എന്ന പേരിൽ വേറെ ആരെങ്കിലും ഉണ്ടോ?
ബൈബിൾ. 1 ദിനവൃത്താന്തം 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. മറ്റൊരാൾ എസ്രാ പ്രവചനം 8-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. വേറൊരാൾ നെഹമ്യാ പ്രവചനം 10-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. 3 റെഫറൻസ് ഉണ്ട്. ദാനിയേൽ, മറ്റ് ഇതര ദാനിയേൽമാരുണ്ട് വേദപുസ്തകത്തിൽ. നെഹമ്യാ 10-6, ആദ്യം 1 ദിനവൃത്താന്തം 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. ദാവീദിൻ്റെ പുത്രൻ്റെ പേരാ ദാനിയേൽ. ഇതുവരെ നമ്മൾ ഇത്രയും വർഷം വായിച്ചിട്ടും പിടികിട്ടിയില്ല. ദാവീദിൻ്റെ ഒരു പുത്രൻ്റെ പേരാണ് ദാനിയേൽ. ഇനിയും എസ്രാ പ്രവാചകൻ 8-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം. എസ്രാ 8-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. ദാനിയേൽ മതി 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 ദാനിയേൽ. 3-ാമത് നെഹമ്യാ പ്രവചനം 10-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. വേദപുസ്തകത്തിലെ പുസ്തകങ്ങൾ എടുക്കാൻ ഒരു പരിചയം കൂടെ ആയിക്കോട്ടെ പഠന സമയത്ത്. ദാനിയേൽ കണ്ടോ? 3 റെഫറൻസ് കണ്ടല്ലോ. 3 ആരുണ്ട്? ദാനിയേൽ. ദാനിയേൽ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താ? അയ്യോ, ഞാൻ രണ്ട് ക്ലാസ്സിലും പറഞ്ഞു. ഗോഡ് ഈസ് മൈ ജഡ്ജ്. ഈ പുസ്തകത്തിൻ്റെ കേന്ദ്ര വിഷയം എന്താണ്? ദാനിയേൽ പ്രവചനത്തിൻ്റെ യഥാർത്ഥ വിഷയം, കേന്ദ്ര ബിന്ദു, കേന്ദ്ര സബ്ജക്റ്റ് 4-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം. ഹെവൻ റെയിൻസ്. വാഴുന്നത് സ്വർഗമാകുന്നു. ഹീസ് ഇൻ കൺട്രോൾ ഓഫ് ദ ടോട്ടൽ യൂണിവേഴ്സ്. ആര്? ദൈവം. ഹെവൻ റെയിൻസ്. സ്വർഗം വാഴുന്നു. വാഴുന്നത് സ്വർഗമാണ്. എല്ലാത്തിൻ്റെയും നിയന്ത്രണം സ്വർഗത്തിലെ ദൈവത്തിനാണെന്ന് ഓർപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഈ സിനാർ ദേശത്ത് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഒരളവിൽ മനസ്സിലായി. ആരായിരുന്നു അതിൻ്റെ ഫൗണ്ടർ? നിമ്രോദാൻ. ഇപ്പം നിമ്രോദിൻ്റെ ഭാര്യയുടെ പേരെന്നാ? സെമിറാമിസ്. മകൻ്റെ പേര് അവരെക്കുറിച്ചുള്ള ആരാധനയും ആരാധനയുടെ ശേഷിച്ച ബാക്കി പത്രങ്ങളൊക്കെ ഖനനം ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ട്. അവരുടെ പിക്ചറൊക്കെ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത ഒരു ചോദ്യം, ദൈവം എന്തായി ബാബിലോണിനെ ഇത് ഏൽപ്പിക്കാൻ കാര്യം? ഇത്തിരി സംസ്കാരമുള്ളതുകൊണ്ടാണ്? അല്ല, പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ BC അതെല്ലാവർക്കും ഉണ്ട്. BC 721 അശൂര് വന്ന് വടക്കേ ഗോത്രമായിരിക്കുന്ന 10 ഗോത്രത്തെ ഇസ്രായേലിനെ ആക്രമിച്ച് അടിമകളെ കൊണ്ടുപോയി. അത് കഴിഞ്ഞപ്പോൾ അശൂരിന് മറ്റൊരു ചിന്തയുണ്ടായിരുന്നു. അക്കാലഘട്ടത്തിലെ സംസ്കാരത്തിൻ്റെ ഔന്നത്യം പുലർത്തുന്ന യെരുശലേം ദേവാലയം ആക്രമിച്ച് കീഴ്പ്പെടുത്തണമെന്ന് അശൂർ. ഈജിപ്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു യെരുശലേം ആക്രമിച്ച് കീഴ്പ്പെടുത്തണം. ഈ 2 കൂട്ടരെ ദൈവം അനുവദിച്ചില്ല. അവരായിരുന്നു ആ കാലത്ത് ബാബിലോണിനേക്കാൾ ശക്തി ആർജിച്ച കൂട്ടം. പക്ഷെ അവരെ അനുവദിച്ചില്ല. അവരെക്കാൾ ദുർബലരായവരെ ദൈവം അനുവദിച്ചു. നേരത്തെ പറഞ്ഞിട്ടുണ്ട് ബാബേലിലേക്ക് പോകുമെന്ന്. ഇതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ദൈവം നേരത്തെ വെളിപ്പെടുത്തുകയാണ്, പറഞ്ഞു കൊടുക്കുകയാണ്. ഈ അശൂർ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയാൽ അവർ ചെയ്യുന്ന ഒരു ഏർപ്പാടുണ്ട്. അവരുടെ സ്ത്രീകളെ ഇവിടുത്തെ പുരുഷന്മാർ കല്യാണം കഴിക്കുകയും ഇവിടുത്തെ സ്ത്രീകളെ അവിടുത്തെ പുരുഷന്മാരെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുകയും ചെയ്തൊരു സങ്കരവർഗം രൂപപ്പെടും. പക്ഷേ വാഗ്ദത്ത മശിഹ ജനിക്കാനിരിക്കുന്ന ഗോത്രത്തിന് വംശശുദ്ധി നടത്തണമെന്നുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാകയാൽ സ്വർഗത്തിലെ ദൈവം അനുവദിച്ചില്ല. കാരണം ബാബേൽ ആക്രമിച്ചു കൊണ്ടുപോയാൽ അവർ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അവർക്കിഷ്ടമുള്ള വിധത്തിൽ അവരുടെ വംശശുദ്ധി കാത്തു സൂക്ഷിക്കാൻ പെർമിഷനുണ്ട്. പക്ഷേ അവരുടെ ദേവന്മാരെ ആരാധിക്കണം എന്നുള്ളത് നിഷ്കർഷയാണ്. ഈജിപ്റ്റ് വന്നാലും അത് തന്നെ ചെയ്യും. കൊണ്ടുപോകുന്ന സ്ത്രീകളെ അവിടുത്തെ പുരുഷന്മാരെ കൊണ്ട് അപ്പോൾ ഒരു സങ്കര വർഗമുണ്ടാകും. അതെന്നാൽ ബ്ലഡ് പെരിറ്റ്, വംശശുദ്ധി നഷ്ടപ്പെടും. അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ആ വാഗ്ദത്തം
നിർവഹിക്കപ്പെടണമെങ്കിൽ വംശശുദ്ധി നടത്തേണ്ടത്, വംശശുദ്ധി ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. ഈ പ്രിയപ്പെട്ട ദൈവമക്കളെ, ചിലപ്പോഴേ ദൈവം ചില കാര്യങ്ങൾ മുൻകൂട്ടി ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ അർത്ഥം മനസ്സിലാവില്ല. പിൽക്കാലത്താണ് അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകുന്നത്. ബാബേലിനെ ദൈവം തിരഞ്ഞെടുത്ത് അയച്ചതിൻ്റെ പിൻപിൽ ദൈവത്തിന് പർട്ടിക്കുലറായിരിക്കുന്ന ഉദ്ദേശമുണ്ടായിരുന്നു. തൻ്റെ പ്രിയപുത്രൻ ഈ ലോകത്തിൽ പിറന്നു വീഴുന്നത് ഈ ട്രൈബിൽ നിന്നായിരിക്കണം, ഈ വംശശുദ്ധിയുള്ളിടത്തു നിന്നായിരിക്കണം. അതുകൊണ്ട് ആ കളങ്കം പറ്റാത്ത കൂട്ടരെ കൊണ്ട് തന്നെ അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ദൈവം അനുവദിച്ചു. നമുക്കിഷ്ടമില്ലാത്ത ചിലതൊക്കെ ദൈവം ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചേക്കാം. അതിൻ്റെ പിൻപിൽ ആത്യന്തികമായ നന്മയുണ്ടെന്നുള്ള തിരിച്ചറിവാണ് ആധ്യാത്മിക ജീവിതത്തിലെ വിജയമെന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മളൊരിക്കലും മറന്നു പോകരുത്. 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് അവരെ അരമനയിൽ കൊണ്ടുവന്നു, അവരുടെ ക്വാളിറ്റിയെക്കുറിച്ചൊക്കെ പറയുന്നു. ആ ക്വാളിറ്റിയെക്കുറിച്ചൊക്കെ അങ്ങോട്ട് പറഞ്ഞ ശേഷം അവരെ ശിക്ഷണത്തിന് വിധേയപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇനി നമുക്ക് ആ ടെക്സ്റ്റ് ഒന്ന് വായിക്കാം. ഇത് വായിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ ചരിത്ര പശ്ചാത്തലം പറയാം. ദാനിയേൽ പ്രവചനം 1-ാം അധ്യായത്തിൻ്റെ നമ്മൾ 1 മുതൽ 20 വായിക്കണ്ട, 5 വരെ വായിച്ചാട്ട്. 1 മുതൽ 5 വരെ വായിച്ചാട്ട്. യെശയ്യാ പ്രവചനം 39-ാം അധ്യായത്തിലെ ബാബിലോണ്യ അടിമത്തത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ പിന്നീട് പ്രസ്താവിക്കാം, പിന്നീട് ഓർപ്പിക്കാമെന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. പ്രവചനമുണ്ട്, നിങ്ങളുടെ സന്തതികളിൽ നിന്റെ സന്തതികളിൽ ചിലരെ ബാബേൽ കൊണ്ടുപോയിട്ട് ബാബേൽ രാജാവിൻ്റെ അരമനയിൽ അവർ ഷണ്ണന്മാരായിരിക്കും. ഈ ദാനിയേലൊക്കെ ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് പ്രവചിക്കുന്നത്. അങ്ങനെയാവുമെന്ന് എൻ്റെ ദാസനായിരിക്കുന്ന നെബൂഖദ്നേസറിനെ വിളിച്ചിരിക്കുന്നത്. അവർ ഷണ്ണന്മാരായിരിക്കുമെന്ന് വ്യക്തമായി രേഖപ്പെടുത്തി. അതിന് തെറ്റ് സംഭവിക്കാൻ പാടില്ലാത്തതാണ് രാജാവിൻ്റെ ഓർഡർ. കണ്ടോ, രാജാവിൻ്റെ നേരത്തെയുള്ള പ്രവചനം, രാജാവിൽ നിന്ന് പ്രാപിച്ച നേരത്തെയുള്ള പ്രവചനത്തെ തെറ്റിക്കാൻ ജാതീയ രാജാവിനെ ദൈവം അനുവദിക്കത്തില്ല. ഷണ്ണന്മാരായിരിക്കും എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കല്യാണം കഴിപ്പിച്ചില്ല, കല്യാണം കഴിക്കാൻ സമ്മതിച്ചില്ല. എന്തിനാണ്? അതായത് ഈ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന എനർജി മുഴുവനും, അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന എഫേർട്ട് മുഴുവനും രാജാവിനെയും രാജ്യത്തിൻ്റെയും നന്മയ്ക്ക് വേണ്ടി യൂട്ടിലൈസ് ചെയ്യത്തക്ക തരത്തിൽ അവരെ രൂപമാറ്റം ചെയ്യുകയാണ്. രൂപമാറ്റം അവർക്ക് കൊടുക്കുകയാണ്, അവരെ ചേഞ്ച് ചെയ്യുകയാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽ, അതായത് നെബൂഖദ്നേസറിന്റെ ദൃഷ്ടിയിൽ അവരെ മോറൽ കണ്ടീഷനിങ് ചെയ്യുകയാണ് അവരുടെ പ്രമാണം അനുസരിച്ച്. അതുകൊണ്ടാണ് കൽദയരുടെ വിദ്യയും മറ്റും പഠിപ്പിക്കാനായിട്ട് അവരെ ചുമതലപ്പെടുത്തി. പക്ഷെ ഏൽപ്പിച്ചതാരെയാ? ഷണ്ണന്മാരെ ഏൽപ്പിച്ചു. ഷണ്ണന്മാരിൽ പ്രധാനിയായ അശ്പേനാസിനെ ഏൽപ്പിച്ചു. ഈ ദൈവത്തിൻ്റെ ക്രമീകരണങ്ങൾ. യെശയ്യാ പ്രവാചകൻ പേര് ചൊല്ലി വിളിച്ച് ഈ ബാബേൽ പ്രവാസത്തിൽ പോകുന്ന കാര്യത്തെക്കുറിച്ച് യിരെമ്യാ പ്രവചനത്തിൽ എൻ്റെ ദാസനായിരിക്കുന്ന നെബൂഖദ്നേസർ എന്ന് ദൈവം വിളിച്ചിട്ടുണ്ട്. നെബൂഖദ്നേസർ ആരാ? ജാതീയ രാജാവ്. യിരെമ്യാ പ്രവചനം 25-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം, 25-ന്റെ 9. എൻ്റെ ദാസനായി ബാബേൽ രാജാവായ നെബൂഖദ്നേസർ. ഇപ്പൊ നെബൂഖദ്നേസർ ആരാ? ദൈവം പറയാണ്, നെബൂഖദ്നേസർ ആരാ സാറേ? ജാതീയ രാജാവാണ്. ജാതീയ രാജാവിനെ ദൈവം വിളിച്ചതാണ്. വേറൊരുത്തിനെ എൻ്റെ ദാസൻ എന്ന് വിളിച്ചു. ആരാ? യെശയ്യാ പ്രവചനത്തിൽ.
ആ വ്യക്തി ദാനിയേൽ പ്രവചനത്തിലുണ്ട്. എന്നാൽ ആ വ്യക്തിയെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. കോരേശ് എൻ്റെ ഇടയൻ, എൻ്റെ അഭിഷിക്തൻ. സൈറസ് ജനിക്കുന്നതിന് മുമ്പ് പറഞ്ഞേക്കുവാ, സൈറസ് അവരെ വീണ്ടെടുപ്പിന് വേണ്ടി, അവരുടെ വിടുതലിനായി പ്രവർത്തിക്കുമെന്ന്. അതിന് പിന്നെ നമ്മൾ ഒരു 45-ാം അധ്യായം, യെശയ്യാ 45-ലൊക്കെ എഴുതിയിട്ടുണ്ട്. അത് പിന്നീട് 5-ാം അധ്യായം പഠിച്ചു വരുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇപ്പം ഞാൻ തൊട്ടു പോകുന്നുള്ളൂ. ഈ 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങൾ ശരിയായി നമ്മൾ ഹൃദയസ്ഥമാക്കിയാൽ ഈ 12 അധ്യായങ്ങളും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. എനിക്ക് അന്നേരം ഓരോ പോയിന്റ് തൊട്ടാൽ മതി, നിങ്ങൾക്ക് വേഗം കാര്യം മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ ഈ ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങൾ പറയാനായിട്ട് ശ്രമിക്കുന്നു. യെരമ്യാ പ്രവചനം 27-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, 43-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം, എസെക്കിയേൽ പ്രവചനം 29-ന്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ എൻ്റെ ദാസനായിരിക്കുന്ന നെബൂഖദ്നേസർ എന്ന് ദൈവം സംബോധന ചെയ്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എസെക്കിയേൽ പ്രവചനം 29-ാം അധ്യായത്തിന്റെ 18 മുതൽ 20 വരെയുള്ള വാക്യം. നമുക്കൊരുമിച്ച് ഒരു ചെറിയ ഈ 12 അധ്യായം വായിച്ചിട്ടുള്ളവരാ നിങ്ങൾ. ഈ ദിവസങ്ങളെല്ലാം ഇത് തന്നെ ഒന്ന് വായിക്കണം. ഇതിനു മുമ്പ് വായിച്ചിട്ടുള്ളതെല്ലാം കൂടെ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ മനസ്സിൽ പൊന്തി വരുന്ന ദാനിയേലിനെ കുറിച്ചുള്ള നമ്മുടെ ഒരു കണ്ടെത്തൽ, ഹൂ ഈസ് ദാനിയേൽ എന്ന് ചോദിച്ചാൽ പറയാൻ കഴിയുന്ന എന്തൊക്കെയായിരിക്കും. അത് ഈ 12 അധ്യായത്തിന്റെ വെളിച്ചത്തിലാണ്. 12 അധ്യായം പഠിച്ചു കഴിയുമ്പോൾ നമ്മളിപ്പോൾ പറയുന്നതെല്ലാം ശരിയാണെന്ന് നമുക്ക് ബോധ്യമാകും. എൻ്റെ കണ്ടെത്തൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്. പഠിച്ചു കഴിയുന്ന ഉടനെ നിങ്ങൾ പറയും ശരിയായിരുന്നു നമ്മളന്ന് പറഞ്ഞു. അതിനാണ് ഈ ആദ്യം ഇൻട്രഡക്ഷൻ തരുന്നത്. ഹൂ ഈസ് Daniel? According to the 12 chapters, who is Daniel? ഒരു മെയിൻ ടൈറ്റിൽ കൊടുത്താൽ എന്താണ് കൊടുക്കുന്നത്? എ മാൻ ഓഫ് ഗോഡ്. ഡാനിയേൽ എ മാൻ ഓഫ് ഗോഡ്. ആട്രിബ്യൂഷൻസ്: ഡാനിയേൽ എ മാൻ ഓഫ് ഗോഡ്. തുടർന്നുള്ള വിശേഷണങ്ങളാണ് ദാനിയേലിൻ്റെ 12 അധ്യായത്തിൽ നിഴലിച്ചു നിൽക്കുന്നത്. നിങ്ങൾക്ക് അതിനോട് ആഡ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. ഇത് എൻ്റെ ഫൈൻഡിങ്സാണ്. 1, എ മാൻ ഓഫ് ഫെയ്ത്ത്. എ മാൻ ഓഫ് ഫെയ്ത്ത്. എന്താണ് ഫെയ്ത്ത്? വാട്ട് ഈസ് ഫെയ്ത്ത് എന്ന് നമ്മൾ ഒരു നോൺ ക്രിസ്ത്യൻ ചോദിക്കുക, ഒരു ക്രിസ്ത്യാനി അല്ലാത്തവൻ ചോദിച്ചാൽ നമ്മളെന്താ പറയും? വേദപുസ്തകത്തിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞാൽ അവന് പിടികിട്ടത്തില്ല. നമ്മളെന്താ പറയും? വിശ്വാസം എന്നാൽ എന്താണ്? ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. ഞാൻ ഈ വെള്ളം കുടിക്കാൻ പോവാം. അവിടെ കൊണ്ടുവന്ന് ബാബു വെച്ചു, കോശിച്ചാൻ എനിക്ക് എടുത്ത് തന്നു, ഞാൻ കുടിക്കുക. ഇത് പാസനയെ തിളപ്പിച്ചതാണോ, ഇവിടെ തിളപ്പിച്ചതാണോ, ഏത് കിണറ്റിൽ നിന്ന് കോരി തിളപ്പിച്ചതാണ്, എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്, ഇതൊന്നും ഞാൻ ചോദിച്ചില്ല. ചോദിച്ചോ? ഇല്ല. എന്തുകൊണ്ടാണ്? എന്ത് വിശ്വാസം? അപ്പൊ ഇതിനൊരു അദൃശ്യ തലമുണ്ട്. ഇതിനൊരു വിശ്വാസത്തിനൊരു അദൃശ്യ തലമുണ്ട്, ഒരു ദൃശ്യതലവുമുണ്ട്. എന്താണ് ഈ അദൃശ്യ തലം? നമ്മുടെ ശരീരത്തിൽ എത്ര കോശങ്ങൾ? 120 trillion tissues are there in our body. അതിലാദ്യത്തെ ടിഷ്യൂവിൻ്റെ പേര് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ദ ഫസ്റ്റ് ന്യൂക്ലിയേറ്റഡ് സെൽ, എൻ്റെ ആദ്യത്തെ കോശം. കഴിഞ്ഞ ദിവസം പറഞ്ഞ സൈഗോട്ട്, അതിൻ്റെ വെയിറ്റ് വരെ ഇപ്പോൾ ശാസ്ത്രം കണ്ടുപിടിച്ചു. 0.00000000001 ഗ്രാം. ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ഡെവലപ്പ് ചെയ്തപ്പോൾ, മെഷീൻ, വെയിങ് മെഷീൻ കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോൾ, ശാസ്ത്രം കണ്ടുപിടിച്ചതാണ് ഞാനീ പറഞ്ഞത്. അതാണ് ഡിവൈഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് 9 മാസം 9 ദിവസം കഴിഞ്ഞപ്പോൾ 4 കിലോയുള്ള ഒരു കുട്ടിയായി ഞാൻ ഈ ലോകത്തിൽ ജനിച്ചു വീഴുന്നു. എൻ്റെ കോശഘടന
നമ്മളെല്ലാം മിടുക്കന്മാരായിട്ടാണ് ചിന്തിക്കുക. പക്ഷെ നമ്മുടെ കോശങ്ങളുടെ ഘടനയെക്കുറിച്ച് നമുക്ക് ആർക്കും പിടുത്തമുണ്ടോ? അതില്ലാതാണോ ഞാനിങ്ങനെ നിൽക്കുന്നത്? അതുണ്ട് അല്ലേ? അഴി കാണത്തില്ല. എന്താണ് ഒരു കോശത്തിൻ്റെ ഘടകങ്ങൾ? ന്യൂക്ലിയസ്, മൈറ്റോകോൺട്രിയ, സൈറ്റോപ്ലാസം. ഇത് ഞാൻ കണ്ടിട്ടുണ്ടോ? ഇതെൻ്റെ ഒരു കോശത്തിൻ്റെ ഘടനയാണ്. എന്നാൽ ഇപ്പോഴത്തെ ഓർഗാനിക് കെമിസ്ട്രിൻ്റെ കൊടുത്ത് അത് ഒന്നുകൂടെ കൂട്ടും, 4 ആകും. ഇതിനകത്ത് രാവിലെ ഞാൻ കഴിച്ച ഭക്ഷണം എൻ്റെ സിസ്റ്റത്തിൻ്റെ ഭാഗമാക്കി തീർക്കാൻ ദൈവം ഈ കോശത്തിനകത്ത് വെച്ച ഒരു ഭാഗമുണ്ട്. എന്താ അതിൻ്റെ പേര്? മൈറ്റോകോൺട്രിയ. ഞാൻ കണ്ടിട്ടുണ്ടോ? ഞാൻ കാണാഞ്ഞതുകൊണ്ട് എൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ലേ? ഇല്ലേ? അതാ വിശ്വാസത്തിനൊരു അദൃശ്യ തലമുണ്ട്. ഒപ്പം അതിൻ്റെ അദൃശ്യ തലത്തിൻ്റെ പ്രാക്ടിക്കലും ഇംപ്ലിമെന്റേഷനുമാണ് അതിൻ്റെ ദൃശ്യതലം. ഇപ്പം എനിക്ക് എൻ്റെ കോശങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നതിൻ്റെ പരിണിത ഫലമായിട്ടാണ് ഞാൻ നിങ്ങളുടെ നിൽക്കുന്നത്. എനിക്ക് സംസാരിക്കാനുള്ള എനർജി കിട്ടുന്നത് ഈ കോശങ്ങൾ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. രാവിലെ കഴിച്ച ഫുഡ് എനർജിയാക്കി മാറ്റി, ഫ്യൂവലാക്കി മാറ്റി. അതുകൊണ്ടാണ് എനിക്ക് നിൽക്കാൻ പറ്റുന്നത്. ഈ ഐൻസ്റ്റൈനിയൻ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു മൂവിങ് എനർജിയാണ്. മാറ്ററാണ് ന്യൂട്ടോണിയൻ കോൺസെപ്റ്റ്. എന്നാൽ ഐൻസ്റ്റൈനിയൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എനർജിയാണ്. ഈ പ്രപഞ്ചത്തിൽ മുഴുവനും എനർജിയാണ്. ഞാനും എനർജിയാണ്. അതായത് യൂണിവേഴ്സൽ എനർജിയുടെ ഭാഗമായ ഇൻഡിവിജ്വൽ എനർജിയാണ് ഞാൻ. അപ്പോൾ ഞാൻ ഇപ്പം ആധുനിക ശാസ്ത്രം കണ്ടെത്തി കഴിഞ്ഞു, ഈ മനുഷ്യ ശരീരത്തിൽ നിന്ന് ജീവൻ നഷ്ടപ്പെടുമ്പോൾ എനർജി റിലീസ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഫോട്ടോസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വെയിറ്റ് ലോസും ഉണ്ട് അതിനകത്ത്. ഇതെല്ലാം ശാസ്ത്രത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് അത് ഇൻഡിവിജ്വൽ എനർജി യൂണിവേഴ്സൽ എനർജി ആയിട്ട് മെർജ് ചെയ്തുമാണ്. പക്ഷെ എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റത്തില്ല. കാരണം എൻ്റെ ഇൻഡിവിജ്വാലിറ്റി എൻ്റെ പ്രിയൻ്റെ മടങ്ങിവരവിൻ്റെ സമയത്ത് അതുപോലെ ഉണ്ടായിരിക്കണമെങ്കിൽ അതങ്ങനെ ആവരുത്. വേദപുസ്തകം പഠിപ്പിക്കുന്നവർ തന്നെ ആയിരിക്കും. യൂണിവേഴ്സൽ എനർജിയുടെ ഭാഗമായിരിക്കുന്ന എനിക്കിത് എനർജിയാണ്. ഞാൻ എനർജിയാണ്. എനർജിയുടെ സോളിഡ് ഫോമാണ്. എന്നെ തിരിച്ചറിയാനുള്ള ഒരു രൂപം മാത്രമാണ് എൻ്റെ ഈ ബോഡി. ഇതല്ല പ്രധാനം. ഞാനെന്ന് പറയുന്നത് ബോഡിയല്ല. ഇതിനുള്ളിൽ ഒരു ബീയിങ് ഉണ്ട്. ഇതിനുള്ള ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. ഇതിനൊരു ആളത്വമുണ്ട്. അപ്പം വിശ്വാസത്തിന് 2 തലങ്ങളുണ്ട്. ഒന്ന് അദൃശ്യതലം, മറ്റൊന്ന് ദൃശ്യതലം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദൃശ്യതലത്തിലുള്ള ദൈവത്തിലുള്ള അചഞ്ചലമായിരിക്കുന്ന വിശ്വാസം. ഈ നമ്മൾ വിശ്വസിക്കണമെങ്കിലേ എന്തെങ്കിലും അനുഭവിക്കണം. ഞാൻ പ്രാർത്ഥന കേട്ട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എനിക്ക് വിടുതൽ തന്നു. അപ്പം നമ്മൾ എക്സ്പെരിമെൻ്റലാണ്. എന്തെങ്കിലും ഫേവറബിളായിട്ട് എനിക്ക് സംഭവിക്കുമ്പോഴാണ് എനിക്ക് ഫേവറബിളായ കാര്യം ചെയ്തയാൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈസ് ദെയർ, ദാറ്റ് ഫോഴ്സ് ഈസ് ദെയർ എന്ന് ഞാൻ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും അനുകൂലമായിട്ടത് സംഭവിക്കണം. പക്ഷേ ഈ പുള്ളിക്ക് എന്തേലും അനുകൂലമായിട്ടുണ്ടോ? ഞാൻ ഫെയ്ത്തിനെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ഫെയ്ത്തിനെക്കുറിച്ച് അതിൻ്റെ ആഴം മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതുകൊണ്ടാണ്. ഇത് ഇങ്ങനെയൊക്കെ പഠിച്ചെങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ, ഈ പുസ്തകം മനസ്സിലാകത്തുള്ളൂ. എന്തെങ്കിലും ഫെയ്ത്തിനെ സപ്പോർട്ടീവായിട്ടുണ്ടോ സാറേ? പറ. എന്തുകൊണ്ട്? പറ. ഉണ്ടെങ്കിൽ പറയണം. ബിഗ് സീറോ. രാജ്യം നഷ്ടപ്പെട്ടു, ഫാമിലി നഷ്ടപ്പെട്ടു, അല്ലേ? ആലയം, അവരുടെ ഏറ്റവും ആരാധനയുടെ കേന്ദ്രമായിരുന്നു ആലയം എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ ആലയം എന്ന് പറയുന്നത്. അക്കാലത്തിലെ അത്ഭുതങ്ങളിലൊന്നായിരുന്നു അത്. അത്ര ശ്രേഷ്ഠമായിരിക്കുന്ന അവരുടെ ആലയം നഷ്ടപ്പെട്ടു. അപ്പോൾ വീട് നഷ്ടപ്പെട്ടു, നാട് നഷ്ടപ്പെട്ടു, ആരാധനാലയം നഷ്ടപ്പെട്ടു. പിന്നെ ഇവിടെ ഇപ്പോൾ ആരായിട്ടാണ് വന്നിരിക്കുന്നത്? അടിമകളാണ്. ബിലോങ്ങിങ്സ് ഒന്നുമില്ല. അവർക്ക് ബിലോങ്ങിങ്സ് ഒന്നുമില്ല. ഇപ്പോഴിവിടെ ഇവരെ
എക്സൈൽസ് ആണ്. അവർ ഇവിടെ അവർ അടിമകളാണ്, സെർവൻസ് ആണ്, സ്ലേവ്സ് ആണ്. ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ദൈവം ഉണ്ടെങ്കിൽ ഇതൊക്കെ സംഭവിക്കും. നമ്മുടെ ന്യായമായ ചോദ്യം അല്ലാതെ നമ്മൾ ഈ ദാനിയേലിൻ്റെ ആത്മീയതയൊക്കെ പിടിഞ്ഞ് ന്യായമായ കാര്യം പറഞ്ഞാൽ മതി. അപ്പോൾ വിശ്വസിക്കണമെങ്കിൽ സപ്പോർട്ടീവായിരിക്കുന്ന എന്തെങ്കിലും ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഇത് ഒന്നുമില്ല. ഇതാണ് വിശ്വാസം. എന്താണ്? Even then there is nothing to support my faith. I know he lives. I know that he lives. ഇതേ കാര്യം പറഞ്ഞ മറ്റൊരാളുണ്ട്, യോബ്. യോബ് 19 അധ്യായമാണ്. 19 അധ്യായം കൊണ്ട് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ മൂക്കത്ത് കൈവെക്കും. എൻ്റെ ശ്വാസം എൻ്റെ പ്രിയപ്പെട്ടവൾക്ക് അറപ്പാണ്. മക്കള് എത്ര എണ്ണം ഉണ്ട്? അങ്ങ് പറയാതിരിക്കുന്ന അമ്മാമ്മ എത്ര മക്കളാ? 10 അല്ലയോ നിന്നോട് ചോദിക്കുക. 19 അദ്ദേഹത്തിൽ പറയുകയാണ്, പിള്ളേരും എന്നെ നിന്ദിക്കുന്നെന്ന്. അങ്ങനെ അങ്ങോട്ട് നിങ്ങളത് വീട്ടിൽ പോയി വായിക്കണം. എല്ലാവരും ഡിസ്പ്രൈസ് ചെയ്തു, എല്ലാവരും നിന്ദിച്ചു. 19 അധ്യായത്തിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. 19 എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു, അവൻ ഒരു നാളിൽ പൊടിമേൽ നിൽക്കും. എന്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹരഹിതനായി അല്ല ദേഹസഹിതനായി ഞാൻ എൻ്റെ പ്രിയനെ കാണും. നമ്മുടെ ആശ്വാസഗീതങ്ങൾ ഒരു പാട്ടുണ്ട് ഇതിനെ സാധൂകരിക്കുന്നത്. മരണ വീട്ടിലൊക്കെ ഞാൻ വരികയാണെങ്കിൽ പാടും. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണാൽ തൻ്റെ മുഖം കണ്ടിടും. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണാൽ തൻ്റെ മുഖം കണ്ടിടും. യേശുവേ മണാളനെ പ്രത്യാശയിൻ പ്രദീപമേ, യേശുവേ മണാളനെ പ്രത്യാശയിൻ പ്രദീപമേ. യോബേ, നീ ഇങ്ങനെ പറയാൻ എന്താ ഉണ്ട് സപ്പോർട്ടീവായിട്ട്? എല്ലാം നഷ്ടപ്പെട്ടില്ലേ? അവസാനം ഈ ത്വക്ക്, അതിനകത്തുനിന്ന് പുഴുക്കളാണ് ഇറങ്ങി വരുന്നത്. പുഴുക്കൾ. ആരാ? എങ്ങനെയുള്ളൊരു മനുഷ്യൻ? എന്റെ ദാസനായിരിക്കുന്ന യോബിനെ പോലെ നീതിമാനും നിഷ്കളങ്കനും ദോഷം വിട്ടകലുന്നവനും ദൈവഭക്തനുമായ ഒരുത്തൻ ഭൂമിയിലില്ല. സാത്താന്റെ മുൻപിൽ സാക്ഷിച്ച ഭക്തനായ യോബ്. പക്ഷേ അദ്ദേഹം ഇതൊന്നുമല്ല. അദ്ദേഹത്തിന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ട് 13 അധ്യായത്തിൽ. അവൻ എന്നെ കൊന്നാലും, 15 വാക്യം, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. എന്തോ ഉണ്ടായിട്ടാ? ഇതാണ് ഫെയ്ത്ത്. ഇതാണ് ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്. ഇങ്ങനെ ആവണം. എൻ്റെ ആവശ്യ സമയത്ത് എനിക്ക് സഹായിയാകുന്നത് കൊണ്ടല്ല ഞാൻ പള്ളി വരുന്നത്. അതൊരു യൂട്ടിലിറ്റേറിയൻ കോൺസെപ്റ്റാണ്. എൻ്റെ എല്ലാ കാര്യങ്ങളിലും എൻ്റെ കർത്താവ് കൂടെ ഉണ്ടായിരിക്കണം. പക്ഷെ ക്രിസ്ത്യൻ ഫെയ്ത്ത് സാക്രിഫിഷ്യലാണ്. സാക്രിഫിഷ്യൽ ഫെയ്ത്ത് ആണ്. എനിക്കിങ്ങോട്ടൊന്നും കിട്ടിയില്ലെങ്കിലും ഐ ആം റെഡി ടു സാക്രിഫൈസ് മൈ ലൈഫ്. രോഗം വിട്ടുപോകാൻ 3 നേരം അപേക്ഷിച്ചിട്ടും പറഞ്ഞില്ലേ, കൊടുത്തില്ല, മാറ്റിയില്ല, എന്നിട്ട് എഴുന്നേറ്റ് പോയില്ലേ കർത്താവിന് വേണ്ടി? ഓടിയോ? അതെ, ഓടി. ഇവന്റെ പുറകെ ഇറങ്ങി തിരിച്ചാൽ ഫേവറബിൾ ആയിട്ട് വല്ലതും കിട്ടുമെന്ന് വിചാരിച്ച് വരണ്ട. അത് ഫെയ്ത്ത് അല്ല. ഞാൻ കർത്താവിന്റെ വേലയ്ക്കായിട്ട് ഇറങ്ങുന്നത് മേപ്പാടി വിന്റർമീഗർ എസ്റ്റേറ്റിലെ എസ്റ്റേറ്റ് ജോലിക്കാരനായിരിക്കുമ്പോഴാണ്. എസ്റ്റേറ്റിന്റെ ഓണറല്ല, എസ്റ്റേറ്റ് ജോലിക്കാരൻ. ഞാൻ സ്റ്റെനോഗ്രാഫറാണ് ബേസിക്കലി. സ്റ്റെനോഗ്രാഫർ കഴിഞ്ഞപ്പോൾ എൻ്റെ അപ്പനൊരു പാവം പിടിച്ച മനുഷ്യനായിരുന്നു. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ മൂത്ത മോനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ജോലിക്ക് പോവാം.
അപ്പോൾ ഒരു കാടമം എസ്റ്റേറ്റ്, ഏലത്തോട്ടം, ആ ഒരു ചെറിയ തോട്ടമാണ്. അതിനകത്ത് കണക്കെടുന്ന ജോലിയാണ്. അവിടെ പോയി ജോലി ചെയ്യും. അപ്പോൾ എനിക്ക് കിട്ടുന്ന ശമ്പളത്തിന് 10-50 രൂപ ഞാൻ എടുത്താൽ എനിക്ക് അവിടെ സുഖമായിട്ട് ജീവിക്കാം. ക്വാർട്ടേഴ്സ് ഉണ്ട്, നല്ല സുഖമാണ്. കുറച്ച് നാൾ ജോലി ചെയ്തപ്പോൾ എനിക്ക് വിളിയുണ്ടായി, നീ എൻ്റെ പുറകെ വാ ടു പ്രീച്ച് ദ ഗോസ്പൽ, സുവിശേഷം പ്രസംഗിക്കുക. അതിന് വ്യക്തമായിട്ട് ഞാൻ കേട്ടു. അതുകൊണ്ടാണ് ഈ AC കുര്യനച്ചൻ എന്നെ വഴക്കൽ തല്ലിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. KP ഫിലിപ്പച്ചനും KT ജേക്കബ് അച്ഛനും AC കുര്യനച്ചൻ ആദ്യം പറഞ്ഞു, അച്ഛാ നീ അച്ഛനാണ്, നീ പട്ടക്കാരനാണ്. അപ്പോൾ ഞാൻ എൻ്റെ എപ്പിസ്കോപ്പൽ ജൂബിലീസിലെ ഫസ്റ്റ് റാങ്കും ഫസ്റ്റ് ക്ലാസ്സും എനിക്കാണ്. ഫസ്റ്റ് റാങ്കും ഫസ്റ്റ് ക്ലാസ്സും തിരുമേനിയാണ് തന്നെ. ഞാൻ അവിടെ ചെന്ന് കാണാൻ ചെന്നപ്പോൾ എന്നോട് ചോദിച്ചു, തമ്മാച്ചൻ്റെ അടുത്ത പരിപാടി എന്നാ? തിരുമേനി ചോദിച്ചു. ഉദ്ദേശം മറ്റൊന്നാന്ന് എനിക്കറിയാം, AC കുര്യനച്ചൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ദൈവം എന്നോട് പറഞ്ഞത് ടു പ്രീച്ച് ദ ഗോസ്പൽ, സുവിശേഷം പ്രസംഗിക്കാൻ. അതുകൊണ്ട് അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നത്, മറ്റൊന്നും എനിക്ക് ആഗ്രഹം. എൻ്റെ അമ്മ കയ്യിൽ സൂക്ഷിച്ചിരുന്ന ചില്ലറ തൊട്ടുകൾ പെറുക്കിയെടുത്ത് എൻ്റെ കയ്യിൽ തന്നു. ഒരു ഓപ്പൺ ടിക്കറ്റും എടുത്ത് എൻ്റെ വീട് വിട്ട് ഞാൻ യാത്രയാണ്. 1971 ഒക്ടോബർ മാസം 16 എങ്ങോട്ടാണ് പോകുന്നത്, എവിടേക്കാണ് യാത്ര? കോട്ടയത്തിനപ്പുറത്ത് എൻ്റെ ആയുസ് ഞാൻ പോയിട്ടില്ല. എനിക്കൊരു പിടിയില്ല, കയ്യിൽ കാശുമില്ല, ഒരു മനുഷ്യൻ പോലും അറിയത്തില്ല. ഇതിന് റിസർവേഷൻ ഉണ്ടെന്ന് പോലും എനിക്കറിയത്തില്ല. മദ്രാസിന് പോവാ. ഇപ്പം ഡയറക്റ്റുണ്ട് വണ്ടി, അന്ന് ഡയറക്റ്റ് ഇല്ല. എറണാകുളത്ത് എന്നിട്ട് അവിടുന്ന് ആ മെയിൽ അത് പിടിച്ചു പോകണം. എൻ്റെ ദൈവത്തിന് തെറ്റുപറ്റില്ല. മേപ്പാടി വിൻ്റർമിഗർ എസ്റ്റേറ്റിലെ റെസ്റ്റ് ഹൗസിൽ വെച്ച് എന്നെ വിളിച്ച് എൻ്റെ ദൈവത്തിന് തെറ്റുപറ്റില്ല. ഒക്ടോബർ മാസം 16 ഞാൻ യാത്ര തിരിക്കുന്നുള്ളവരും എൻ്റെ ദൈവത്തിന് അറിയാമായിരുന്നു. ഞാൻ കയറിയ അതേ ബോഗിയിൽ ഒരു മനുഷ്യൻ എൻ്റെ തൊട്ടടുത്ത സീറ്റിലടുത്തിരിപ്പുണ്ട്. എന്നെ ഇങ്ങനെയൊക്കെ നോക്കി ചോദിച്ചു, എവിടെ പോവാം? ഞാൻ എൻ്റെ അനുഭവം ഇതിനോട് ചേർന്ന് പറയുന്നത് ശ്രോതാക്കൾക്ക് അനുഗ്രഹമാകാൻ വേണ്ടിയാണ്. സാറേ, ഞാൻ മദ്രാസിന് പോവാണ്. ഓപ്പറേഷൻ മൊബിലൈസേഷൻ എന്ന് പറഞ്ഞൊരു, അയ്യോ എനിക്കറിയാം, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ, അവിടെ PM ജോൺ അല്ലേ അവിടുത്തെ കോർഡിനേറ്റർ. ഇങ്ങോട്ട് ചോദിച്ചാൽ എനിക്ക് ഇവരൊന്നും അറിയത്തില്ല. ഞാൻ ആദ്യമായിട്ട് പോവുകയാണ്. തമിഴ് ഒരു വക അറിയത്തില്ല, ഇംഗ്ലീഷും അറിയത്തില്ല. ആ പാടെ ഇത്തിരി മലയാളം. ഒരു ഗ്രാമീണൻ, കുഗ്രാമത്തിൽ ജനിച്ചു വളർന്നവൻ. അപ്പോൾ അദ്ദേഹം കൽക്കട്ടയ്ക്ക് പോവാം, കൊറോമണ്ഡൽ എക്സ്പ്രസ്സിന് പോകണം. അതായത് മദ്രാസ് മെയിൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞ് കൊറോമണ്ഡൽ എക്സ്പ്രസ് ഉണ്ട്, അതിന് പോകണം അദ്ദേഹത്തിന്. അപ്പം ഞാൻ എൻ്റെ വെപ്രാളവും ഇതെല്ലാം കൂടെ കണ്ട് എന്നോട് സംസാരിച്ച് വീട്ടിലെ കാര്യമൊക്കെ ചോദിച്ച്, അച്ഛനെ കാര്യം ചോദിച്ച് എല്ലാം ചോദിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ വെപ്രാളം എല്ലാം കൂടെ കണ്ടു കഴിഞ്ഞപ്പം എന്നോട് ആ മനുഷ്യൻ പറഞ്ഞു, ബ്രദർ പേടിക്കണ്ട, ഞാൻ കൊണ്ടുവിടാം. ഞാൻ കൊണ്ടുവിടാം. ഞാനൊരു സുവിശേഷ വേലക്കാരനാണ്. HBA പഠിച്ചിട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നോർത്ത് ഇന്ത്യ പോയൊരു മനുഷ്യനാണ്. എൻ്റെ ദൈവത്തിന് തെറ്റ് പറ്റത്തില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കണമെന്ന് അവൻ തന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ സത്യം എൻ്റെ ആദ്യ യാത്രയിൽ തന്നെ ഞാൻ അനുഭവിച്ചതാണത്. ദൈവത്തിന് സ്തോത്രം. മദ്രാസിലിറങ്ങി, ഇന്ന് കാണുന്ന മദ്രാസല്ല, അന്ന് ചെറിയ ഇതാണ്, എഗ്മോർ മാർക്കറ്റൊക്കെ ഉണ്ട്. അവിടെ ഇറങ്ങി അദ്ദേഹം പിന്നെ ഒരു സൈക്കിൾ, അദ്ദേഹത്തിൻ്റെ ലഗേജ് ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് ഒരു സൈക്കിൾ റിക്ഷ പിടിച്ച് അവിടുന്ന് നുകുമ്പാക്കം വഴി ഞാൻ താമസിക്കേണ്ട പളനിപ്പാ തിയേറ്ററിൻ്റെ അടുത്ത്, പൂനമ്മാലി ഹൈറോഡിനടുത്ത് പളനിപ്പാ തിയേറ്ററിൻ്റെ അടുത്ത് അവിടെ കൊണ്ട് ഇറക്കി വിട്ടു. ഏകനായി അങ്ങനെ ഇറങ്ങിയതാണ്. തെറ്റ് പറ്റത്തില്ല. ജോലി എൻ്റെ പ്രിയന് വേണ്ടി, ചെറിയ ശമ്പളം ഉണ്ടായിരുന്നുള്ളൂ, എൻ്റെ പ്രിയന് വേണ്ടി ഞാൻ തിരിച്ചെങ്കിൽ അതിൻ്റെ ഇരട്ടിയായിട്ട് മടക്കിത്തരാൻ ശക്തനായവൻ തന്നുകൊണ്ടിരിക്കുന്നു, ഇനിയും തരും. ഞാൻ ആഗ്രഹിച്ചതും ഞാൻ ചോദിച്ചതിലും നിലച്ചതിലും അത്യന്തം പരമായി ഈ ആയുസ്സിൽ ദൈവം അനുഗ്രഹിച്ചു. ശക്തനാണ് എൻ്റെ ദൈവം. ജീവിക്കുന്നു. ഹി ലിവ്സ്. അവൻ ഇന്നും ജീവിക്കുന്നു. അവൻ ഇന്നും മതിയായവനാണ്. ദൈവത്തിന് സ്തോത്രം. ഇത്രയും വർഷത്തെ പര്യടനത്തിൽ ഒത്തിരി ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ അയവിറക്കുന്നതിനായിട്ടുണ്ട്. ഈ അടുത്ത സമയത്ത് ലോകത്തോട് യാത്ര പറഞ്ഞ മുട്ടം ഗീവർഗീസ് എന്ന് പറഞ്ഞൊരു ഭക്തനായ പാട്ടുകാരൻ, മുട്ടം ഗീവർഗീസ്, അദ്ദേഹം എഴുതിയ 136 പാട്ടുകൾ നമ്മുടെ മലയാളക്കരയ്ക്ക് അദ്ദേഹം സംഭാവന ചെയ്തിട്ടുണ്ട്. അഴിലേറും ജീവിത മരുവിലൊക്കെ അദ്ദേഹത്തിൻ്റെ പാട്ടാണ്. അതിൽ അദ്ദേഹം
എഴുതിയ ഒരു പാട്ടിൻ്റെ ഒരു ചരണം ഇവിടെ സംഗതമാണ്. ഒന്നും കണ്ടിട്ടല്ല എൻ ജീവിതാരംഭം, വിശ്വാസക്കാൽ ചുവടിലത്രേ തന്നിടുന്നേൻ സ്വർഗ ഭണ്ഡാരത്തിൽ നിന്നും ഒന്നിനും മുട്ടില്ലാതെ വണ്ണം. ആശയ്ക്കെതിരായി ആശയോടെ വിശ്വസിക്കുകയിലെല്ലാം സാധ്യം. എന്താനന്ദം എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം അതു മനോഹരം, എന്തു സന്തോഷമാം പുതുഗീതം. ഒന്നും കണ്ടിട്ടല്ല എൻ്റെ ജീവിത ആരംഭം. 71 ഒക്ടോബർ മാസം 16-ാം തീയതി ആരംഭിച്ച ആത്മീക ജീവിത ആയോധനത്തിൽ നാളിതുവരെ എൻ്റെ പ്രിയൻ വലങ്കരം പിടിച്ചു നടത്തി. ഒന്നും കണ്ടുകൊണ്ടല്ല ഇറങ്ങിയത്. ആര് സഹായിക്കും? അതിനകത്തൊരു ചരണമുണ്ട്. ആരു സഹായിക്കും, ആരു സംരക്ഷിക്കും എന്നുള്ള ഭീതി എനിക്കില്ല. തീരെ ബലഹീനനായി കിടന്നാലും ചാരി ഞാൻ യേശുവിൻ്റെ മാർവിൽ. പ്രിയപ്പെട്ടവരെ, എത്ര പ്രാവശ്യം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്? അമ്മച്ചി വിളിക്കുന്ന പേര് വിളിച്ച് തോളത്ത് തട്ടി കൈ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ കഴിയുന്ന അദൃശ്യനായിരിക്കുന്ന എൻ്റെ പ്രിയൻ ജീവിക്കുന്നു. He lives today. He is a living and loving God. ദൈവത്തിന് സ്തോത്രം. ദാനിയേൽ, നിന്റെ ജീവിതത്തിൻ്റെ അനുഭവം എൻ്റെയും ജീവിതത്തിൻ്റെ അനുഭവം. He was a man of faith. 2, he was a man of vision. ദർശനങ്ങളുടെ മനുഷ്യനായിരുന്നു. ഈ ദർശനം എപ്പോൾ ലഭിക്കുന്ന പറഞ്ഞ് ഉറങ്ങുമ്പോഴാണോ ഉണർന്നിരിക്കുമ്പോഴാണ്? ഉണർന്നിരിക്കുമ്പോൾ. എന്താണ് ഈ വിഷൻ ഒരു മനുഷ്യൻ ലഭിക്കുന്നതിന് ഉള്ള പ്രധാനപ്പെട്ട ഫാക്ടർ എന്താണ്? ദൈവവുമായിട്ടുള്ള ഇൻറ്റിമസിയാണ്. ദൈവവുമായിട്ടുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പാണ്. You know how deep is the relationship in between Daniel and God. It reveals. ദർശനം ലഭിച്ചു തനിക്ക്. ആരെക്കുറിച്ചുള്ള ദർശനമാണ് ലഭിച്ചത്? 120 സംസ്ഥാനങ്ങളുടെ ഭരണസാരഥ്യം വഹിക്കുന്ന, ലോകത്തെ വിറപ്പിക്കുന്ന നെബൂഖദ്നേസറിനെ കുറിച്ചുള്ള ദർശനം. ആ അരമനയിലെ ഒരു അടിമയ്ക്ക് ലഭിച്ചു. ആ അടിമ ഐഡന്റിഫൈ ചെയ്യത്തക്കൊണ്ട് ഒരു പേഴ്സണാലിറ്റിയും ഇല്ല. പക്ഷേ ആരുമായിട്ടുള്ള ബന്ധം? ഒരു കാര്യം വളരെ വ്യക്തമാണ്. ദൈവവേദന, നീ എവിടെയായിരുന്നാലും നിന്റെ പ്രിയനുമായിട്ടുള്ള ബന്ധം കാത്തു സൂക്ഷിക്കാനാവുമെങ്കിൽ മറ്റാർക്കും ലഭിക്കാത്ത ചിലത് സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തി തരും. അവൻ കാരണം ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ദാനിയേലിന് വെളിപ്പെടുത്തി കൊടുത്ത ദൈവം നിനക്ക് വെളിപ്പെടുത്താൻ ശക്തനാണ്. പക്ഷേ റിലേഷൻഷിപ്പ്, യു ബിൽഡ് അപ്പ് ദ റിലേഷൻഷിപ്പ്. നമ്മുടെ ഇൻറ്റിമസി, ട്രാൻസ്പാരൻസി, അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. 3, എ മാൻ ഓഫ് കൺവിക്ഷൻ. ബോധ്യങ്ങളുടെ മനുഷ്യനാണ്. ഉത്തമ ബോധ്യങ്ങളുടെ ആളാണ്. ആരും പറയുന്ന കേട്ടല്ല അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. He is a man of conviction. ബോധ്യങ്ങളുടെ, ഉത്തമ ബോധ്യങ്ങളുടെ മനുഷ്യനാണ്. തനിക്ക് ബോധ്യമായതിനെ ആരായാലും എന്തായാലും അനുരഞ്ജനം ചെയ്യാതെ കണ്ട് അതിൽ ഉറച്ചു നിൽക്കാൻ ഒരു മടിയുമില്ലാത്ത മനുഷ്യൻ. അൺകോംപ്രമൈസ്ഡ് കൺവിക്ഷൻ, അനുരഞ്ജനം ചെയ്യപ്പെടാത്ത ബോധ്യങ്ങൾ ഒരു ഭക്തന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ ബോധ്യം ഉത്തമമാണെന്ന് ബോധ്യമായ സപ്പോർട്ട് ചെയ്യാൻ ഒരു മനുഷ്യനില്ലെങ്കിലും അതിനുവേണ്ടി തന്നെ നിൽക്കാനായിട്ട് തൻ്റെ ഈ പ്രാർത്ഥിക്കരുതെന്ന് നിയമം വരെ പാസ്സാക്കി 6-ാമത്തെ അല്ലേ ദാരിയാവശ്യം. അദ്ദേഹം എന്ത് ചെയ്തു? ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമെന്ന് ഞാനും എൻ്റെ ദൈവവും തമ്മിൽ എടുത്തിരിക്കുന്ന ഒരു പ്രത്യേക ഉടമ്പടിയുണ്ട്. ആ ഉടമ്പടിയെ ലംഘിപ്പിക്കാൻ ഈ ലോകത്തിലെ ഏത് ശക്തിയുള്ള രാജാവ് ശ്രമിച്ചാലും ഉടമ്പടി ഞാനും എൻ്റെ ദൈവവും തമ്മിലാണ്. അതിനോട് യാതൊരു അനുരഞ്ജനവും ഇല്ല, വിട്ടുവീഴ്ചയില്ല. ഇതാണ് ഭക്തൻ എക്കാലത്തും ഉണ്ടായിരിക്കേണ്ടത്. ഇവിടെയാണ് ഇത് സ്വർഗം മാനിക്കും. പ്രിയപ്പെട്ടവരെ, ചഞ്ചലമില്ലാതെ
ദൃഢനിശ്ചയത്തോടുകൂടെ നിൽക്കാനായിട്ട് ചില ബോധ്യങ്ങൾ നിൽക്കാൻ സാധിക്കണം. ചുമ്മാതെ ആരെങ്കിലും പറയുന്നത് കേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാടി വഴയുന്ന അനുഭവമല്ല ആധ്യാത്മികത. ഉത്തമമെന്ന് തോന്നുന്നു. അതുകൊണ്ട് ശത്രുക്കൾ ഒത്തിരി ഉണ്ടാവും, മിത്രങ്ങളുണ്ടാവില്ല. ഈ വിട്ടുവീഴ്ച വളർത്തിയ മിത്രങ്ങളുണ്ടാകത്തുള്ളൂ. ഉത്തമ ബോധ്യമുള്ളെന്ന് ശരിയെന്ന് ഉത്തമ ബോധ്യമുള്ളതിനോട് വിട്ടുവീഴ്ചയില്ലാതെ കണ്ട് നിന്നാൽ ഫ്രണ്ട്സ് കുറയും. പക്ഷേ സ്വർഗം നിനക്ക് തുണ നിൽക്കും. ദൈവത്തിന് സ്തോത്രം. എ മാൻ ഓഫ് കൺവിക്ഷൻ. 4, എ മാൻ ഓഫ് ഡിസിഷൻ അല്ലെങ്കിൽ ഡിറ്റർമിനേഷൻ, ദൃഢനിശ്ചയം, ഇച്ഛാശക്തി, തീരുമാനശക്തി. എ മാൻ ഓഫ് ഡിറ്റർമിനേഷൻ, എ മാൻ ഓഫ് ഡിസിഷൻ. ഞാനിത് ചെയ്യും, ഞാനിത് ചെയ്യില്ല, ഞാനിത് ചെയ്യും, ഞാനിത് ചെയ്യില്ല. ആരോടും ചോദിക്കുന്നില്ല. ആരോടും. ആരാ ചെയ്യും? വീഞ്ഞ് ഭക്ഷണവും റോയലാണ്. അത് നമുക്ക് പിന്നീട് പഠിക്കണം. അത് ഇതങ്ങോട്ട് കഴിഞ്ഞിട്ടാണ് അത് അടിയൊക്കെ വരാം. ഇത് അവർക്ക് കൊടുത്തു. ഒന്നുമില്ല, 14 വയസ്സ് 15 വയസ്സേ ഉള്ളൂ പിള്ളേർക്ക് പ്രായം. ബാലന്മാരെന്നാണ് ചേർത്തിരിക്കുന്നത്. അപ്പം നിയർ അബൌട്ട് 14-15, ഇൻ ബിറ്റ്വീൻ 14 and 15. വല്ലവും തിന്നേണ്ട ആർത്തിയുള്ള പ്രായം അല്ലേ? അപ്പോൾ അവിടെ ഒരു പ്രയോഗമുണ്ട്, ഒരു പദപ്രയോഗം. ഈ രാജാവിൻ്റെ വീഞ്ഞും രാജാവിൻ്റെ ഭക്ഷണവും കൊണ്ട് എൻ്റെ ജീവിതത്തെ അശുദ്ധമാക്കുകയില്ലെന്ന് അവിടെ ഒരു പദമുണ്ട്. ഹൃദയത്തിൽ തീരുമാനിച്ചു. ഡിസിഷൻ പേഴ്സണലാണ്. ഡിസിഷൻ പേഴ്സണലാണ്. അത് ഉള്ളത്തില്ല, ആരോടും പറയത്തില്ല. ഹൃദയത്തിൽ തീരുമാനിച്ചു. ഈ ഹൃദയം എന്നതിനേക്കാൾ കുറച്ചുകൂടെ നല്ലൊരു പദം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. കാരണം ഈ നമ്മുടെ സിസ്റ്റത്തിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് മൈൻഡാണ്. ഈ മൈൻഡ് ശരിയാകുമ്പോഴായി അസുഖമല്ല മാറുന്നത്. നമ്മുടെ ഉള്ളത്തിൽ തന്നെ ആ ട്രീറ്റ്മെൻറ്റ് ദൈവം വെച്ചിരിക്കുന്നു. നമ്മുടെ അകത്ത് വെച്ചിരിക്കുന്ന ഒരു ഡോക്ടറുണ്ട്. ഇപ്പം ആധുനിക ശാസ്ത്രം പറഞ്ഞ ക്വാണ്ടം ഡോക്ടർ എന്നാണ് പറയുന്നത്. ക്വാണ്ടം ഡോക്ടർ, അതായത് നമുക്ക് നൽകുന്നത് ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ടല്ലോ, അത് സ്വർഗത്തിൽ ദൈവം ഡിവൈൻ ആർക്കിടെക്ട് ഡിസൈൻഡ് us in such a way, he designed to placed in the center of the very well-being of ours. എന്താണ്? ഒരു ക്വാണ്ടം ഡോക്ടറെ വെച്ചു. എവിടുന്നെങ്കിലും കൊണ്ടുവരുന്നത് ഇങ്ങോട്ട് തരുമ്പോൾ അതിനെ വിവേചനം കൂടാതെ കൊണ്ടൊന്നും അത് ചെയ്യത്തില്ല. ക്വാണ്ടം ഡോക്ടറോട് ഇരിപ്പുണ്ട്. ഉടനെ മെസ്സേജ് കൊടുക്കുന്നത് എങ്ങോട്ടെന്നറിയാം? ലിവറിന് കൊടുക്കും. അയ്യോ, ഞാനിപ്പോൾ ഒരു മരുന്ന് കഴിച്ചിട്ടുണ്ട്, അത് നമുക്കറിയാം പരിമില്ലാത്ത സാധനമാണല്ലോ എന്ന് പറഞ്ഞ് ഇതൊക്കെ ലിവറിനോട്ട് കൊടുക്കും. ലിവർ അത് എക്സ്ട്രാക്ട് ചെയ്ത് പുറത്ത് കളയാൻ നോക്കും. കുറച്ചൊക്കെ പുറത്ത് പോകും, ബാക്കി ലിവർ തന്നെ സ്റ്റോർ ചെയ്യും. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ മനുഷ്യരിൽ ഈ മരുന്ന് കഴിക്കുന്ന മനുഷ്യരിൽ നല്ലൊരു ശതമാനത്തിനും ലിവർ സിറോക്സിസം, നോൺ ആൽക്കഹോളിക് ലിവർ സിറോക്സിസ് എന്ന് അറിയപ്പെടുന്നു. അവൻ്റെ ഹൃദയത്തിൽ തീരുമാനിച്ചു. ഹൃദയത്തിൽ തീരുമാനിച്ചു, മനസ്സിൽ തീരുമാനിച്ചു. ഈ തീരുമാനത്തിൽ നിന്ന് കടുകിട പോലും വ്യതിചലിക്കാൻ അദ്ദേഹം കൂട്ടാക്കിയില്ല. സിംഹക്കുഴിയിൽ ഇട്ടെന്ന് പറഞ്ഞിട്ടും ഇല്ല. ഈ സിംഹക്കുഴിയിൽ ഇടുമെന്ന് പറയുമ്പം നമ്മളായിരുന്നു രണ്ടുപേരും കൂടെ ആലോചിച്ച് രാജാവിനിടയ്ക്ക് ചെന്നതിന്. പുള്ളി ആരാ? രാജ്യത്തിലെ ഒന്നാമനാണ്. അങ്ങോട്ട് എന്നാ വേണ്ടെന്ന് പറയുമോ? മാത്രമല്ല, ഇടാതിരിക്കാൻ വേണ്ടി രാജാവ് സന്ധ്യ വരെ അധ്വാനിച്ചതാണ്. കാരണം അദ്ദേഹത്തിന് അറിയാം ഈ പുള്ളി നിരപരാധിയാണ്. പക്ഷെ എന്തുകൊണ്ടാണ്? ഈ ബ്യൂറോക്രാറ്റിക് സിസ്റ്റം ആയിരുന്നു നിലവിൽ നിന്നത്. നമ്മൾ ഈ ബിംബത്തെക്കുറിച്ച് പഠിച്ചു വരുമ്പോൾ, ബിംബത്തിൻ്റെ സിസ്റ്റം ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് പഠിച്ചു വരുമ്പോൾ ഈ ഭരണ സംവിധാനങ്ങളും ഭരണക്രമങ്ങളെക്കുറിച്ചുള്ള ഒരു പാഠമുണ്ട്. ആ പാഠം പഠിപ്പിക്കുമ്പോൾ അത് നമുക്ക് പറയാം. ബ്യൂറോക്രാറ്റിക് സിസ്റ്റം ആയിരുന്നു അത്. ഉദ്യോഗസ്ഥ ഭരണമായിരുന്നു. അവർ പറഞ്ഞു അങ്ങനെയൊന്നുമല്ല, ഇവിടെ രാജാവിൻ്റെ ഇത് ചില നിയമങ്ങളും പ്രമാണമൊക്കെ ഉണ്ട്, മാറ്റാൻ പറ്റത്തില്ല. രാജാവിൻ്റെ നിസ്സഹായനായി രാത്രി ഉറങ്ങിയില്ലെന്നാണ് എഴുതിയേക്കുന്നത്. തീരുമാനം മാറ്റിയില്ല. അദ്ദേഹത്തിൻ്റെ ഫേവർ അന്വേഷിച്ചില്ല. കാരണം ഞാൻ ആർക്കു വേണ്ടിയാണോ ബാബേലിൽ നിലനിൽക്കുന്നവൻ, അവന് വേണ്ടി ഞാൻ ബാബേൽ സംസ്ഥാനത്ത് നിൽക്കുന്നെങ്കിൽ എനിക്ക് വേണ്ടി അവൻ സ്വർഗത്തിൽ
ജീവിക്കുന്നുണ്ട്. അവൻ എനിക്ക് വേണ്ടി തക്ക സമയത്ത് പ്രവർത്തിക്കും. എൻ്റെ വിശ്വാസമാണ്, എൻ്റെ ഉറപ്പാണ്, അതെൻ്റെ നിശ്ചയമാണ്. പ്രവർത്തിച്ചോ ദൈവം? യെസ്. നിശബ്ദമാണത് തീരുമാനം. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഒരു തീരുമാനമെടുത്ത് ഒരുത്തനെ കുറിച്ച് വായിക്കുന്നു. യിഫ്താ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് ജയിച്ചങ്ങോട്ട് ചെന്ന് അവിടെ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ എൻ്റെ വീട്ടുപടിക്കൽ ആര് വരുമെന്നുള്ള പുള്ളിക്ക് അറിയത്തില്ല. എൻ്റെ വീട്ടുപടിക്ക് വരുന്നത് ആരോടും പറഞ്ഞില്ല. ഇൻ ബിറ്റ്വീൻ ഗോഡ് ആൻഡ് യിഫ്താ. ഭയങ്കര കേട്ടോ. ഒറ്റ ഒരു പെങ്കൊച്ചേ ഉള്ളൂ. അപ്പനെ സ്വീകരിക്കാൻ ഓടിച്ചെന്ന കണ്ടപ്പോഴത്തേക്ക് നെഞ്ചത്തടിച്ചുകൊണ്ട് തല കുനിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മോളെ, നീ എൻ്റെ തലയെ കുനിച്ചല്ലോ. എന്താ അപ്പാ പറ. അവൾ വിചാരിച്ചു ചോക്ലേറ്റ് വാങ്ങിക്കാൻ മറന്നാണെന്നല്ലോ അവൾ വിചാരിച്ചു. ഇല്ല മോളെ, ഇതാ പിന്നെ ഈ കൊച്ച് ഈ ആത്മീക പൈതൃകത്തിലും പാരമ്പര്യത്തിലും വളർത്തപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ റെസ്പോൺസാണത്. അപ്പനോട് അങ്ങനെ ദൈവം പറഞ്ഞിട്ടുണ്ട്. അപ്പൻ അങ്ങനെ ദൈവത്തെ പറഞ്ഞിട്ടുണ്ട്, ചെയ്തോ, പക്ഷേ എൻ്റെ കന്യകമാരോടുകൂടി കുറച്ച് സമയം ചെലവഴിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് അപ്പൻ്റെ ഇഷ്ടം പോലെ ചെയ്തു. പാഠമായി അത് പഠിക്കാനായിട്ട്. എ മാൻ ഓഫ് ഡിറ്റർമിനേഷൻ, എ മാൻ ഓഫ് ഡിസിഷൻ. 5, എ മാൻ ഓഫ് കറേജ്. എ മാൻ ഓഫ് കറേജ്, ധൈര്യമുള്ളവനാണ്, ധൈര്യശാലിയാണ്. എ മാൻ ഓഫ് കറേജ്. ഈ 2-ാം അധ്യായത്തിലെ രാജാവാകെ പരിഭ്രാന്തനായിട്ടിരിക്കുകയാണ്. പുള്ളി ഒരു ഭ്രാന്ത് പിടിച്ചവനെ പോലിരിക്കുക. സ്വപ്നം കണ്ടു, സ്വപ്നം മറന്നുപോയി, അർത്ഥം എനിക്കറിയാൻ വേണം. ആഭിചാരകന്മാരെയും ശകുനവാദികളെയും മന്ത്രവാദികളെയും എല്ലാ ടെക്നീഷ്യൻസിനെയും വരുത്തി. അവർ പറഞ്ഞു, സ്വപ്നം പറ, ഞങ്ങൾ അർത്ഥം പറയാം. രാജാവ് ആകപ്പാടെ ഡിസ്റ്റർബായി, രാജാവ് അസ്വസ്ഥനായി, രാജാവ് ഭ്രാന്തനായി. അങ്ങനെ ഇരിക്കുമ്പോൾ ആർക്കും അങ്ങോട്ട് ചെല്ലാൻ പറ്റത്തില്ല. ആരാണ്ട് പിള്ളേരവിടെ ചെന്ന് പറഞ്ഞപ്പോൾ, നിങ്ങൾ എൻ്റെ മുമ്പിൽ കളി പറയാൻ നിൽക്കുക, പൊക്കോടാന്ന് പറഞ്ഞു. ഇതിൻ്റെയൊക്കെ വീട് ഞാൻ കുപ്പക്കുന്നായിക്കളെന്ന് പറഞ്ഞു. കാരണം അദ്ദേഹം ലോകത്തെ വിറപ്പിക്കുന്ന മനുഷ്യനാണ്. അങ്ങനെ നിൽക്കുന്ന, ഗർജിച്ച് നിൽക്കുന്ന സിംഹം കണക്കുള്ള നെബൂഖദ്നേസർ മഹാരാജാവിൻ്റെ മുൻപിൽ 16 വയസ്സ് പ്രായമുള്ള ഒരു ചെറുക്കൻ, അല്ലെ 17 വയസ്സ് പ്രായമുള്ള ഒരു ചെറുക്കൻ വന്ന് പറയുകയാണ്, എനിക്ക് സമയം താ, ഞാൻ പറയാം. അതിനേക്കാട്ടിൽ എത്രയോ പ്രായമുള്ള ശകുനവാദികളും മന്ത്രവാദികളും അവിടുത്തെ ജ്യേഷ്ഠന്മാർ ഒത്തിരി പേരുണ്ട് ആ നാട്ടിലെ. അവരുടെ വിദ്യ ഫേമസാണ്, അത് പിന്നീട് പറയാം. അവരുടെ വിദ്യ ഫേമസാണ്, ആസ്ട്രോളജി ഒക്കെ ഭയങ്കരമാണ്. അവിടെ ചെന്നിട്ട് ഈ 17 വയസ്സുള്ള കൊച്ചൻ പറയുകയാണ്, എനിക്ക് സമയം എന്താ, ഞാൻ പറയാമെന്ന്. ഗളച്ഛേദം ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷെ കണ്ട ധൈര്യം എന്താ, എവിടുന്ന് കിട്ടിയ ധൈര്യം? എനിക്കറിയാം ഞാൻ ആർക്ക് വേണ്ടിയാണ് നിൽക്കുന്നത്, ഞാൻ ആർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്, ഞാൻ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. ദൈവത്തിന് വേണ്ടിയാണ് ചലിക്കുന്നതെങ്കിൽ ആ ദൈവം നിന്നോടൊത്ത് ഏത് ജീവിതത്തിന്റെ പ്രതിസന്ധി തരണം ചെയ്യാനും ഉണ്ടായിരിക്കും. അത് വിശ്വസിക്ക്, അത് ഏറ്റെടുക്ക്. തീരുമാനിച്ചു അങ്ങോട്ട് ചെന്നു. കുത്തിച്ചിരിക്കുന്നവനാ, തരാം, സമയം തരാം. അതിനകത്ത് വേറൊരു രസമുണ്ട്. അത് നമ്മൾ 2-ാം അധ്യായം പഠിക്കുമ്പോഴേ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഈ തക്കം നോക്കി ദാനിയേലിന്റെ ശത്രുക്കൾ ഇവരെയും കൂടെ കൊല്ലാൻ നോക്കി. ഇവരിനകത്ത് ഇൻവോൾവ് അല്ല, ഇവരെയും കൂടെ കൊല്ലാൻ നോക്കി. അങ്ങനെ വിവരം അറിഞ്ഞ് അദ്ദേഹം ചെല്ലുന്നേ. എന്നിട്ട് എന്ത് സംഭവിച്ചു? ആ രാത്രിയിൽ സ്തോത്രം, ദൈവത്തിന് വേണ്ടി, സ്വർഗത്തിന് വേണ്ടി, ദൈവത്തോടൊത്ത്, ദൈവത്തിൻ്റെ ലോകത്തിൽ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, നിന്നോടൊത്ത് മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവം ഉണ്ടെന്നുള്ളത് മറക്കണ്ട. സ്തോത്രം. ദൈവം അന്ന് രാത്രിയിൽ ദർശനങ്ങളെ തനിക്ക് വെളിപ്പെടുത്തി കൊടുത്തു, സ്വപ്നത്തെ വെളിപ്പെടുത്തി കൊടുത്തു. 6, എ മാൻ ഓഫ് പ്രയർ. ഉടനീളം 12 അധ്യായവും പഠിക്കുമ്പോൾ ഹൈലൈറ്റ് ചെയ്ത് കാണുന്ന ഒരു കാര്യമാണ് എ മാൻ ഓഫ് പ്രയർ, പ്രാർത്ഥനയുടെ മനുഷ്യൻ. 120 സംസ്ഥാനങ്ങളുടെ ഭരണസാരഥ്യം വഹിക്കുമ്പോഴും
വിട്ടുവീഴ്ചയില്ലാതെ 3 നേരം പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തിയവണ്. ഹെക്ടിക് ഷെഡ്യൂളിന്റെ മുൻപിൽ ഒഴിവാക്കാമാകുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്, പക്ഷെ ഒഴിവാക്കിയില്ല. നമ്മൾ ഒഴിവാക്കുന്ന എന്താണ്? പ്രധാനപ്പെട്ട കാര്യങ്ങൾ വന്നാൽ ആത്മീക വിഷയമാണ്. കാതുകുത്തും, കല്യാണോ, മാമോദീസായും ഇതൊക്കെ വന്നാൽ നമ്മൾ ഒഴിവാക്കുന്ന ഏതാ? ആരാധന. മറ്റൊന്നും ഒഴിവാക്കത്തില്ല. പക്ഷേ ഹെക്ടിക് ഷെഡ്യൂളിന്റെ മുൻപിൽ നടുവിൽ 3 നേരം മുട്ടുകുത്തി, അവിടെ എഴുതിയിരിക്കുന്നൊരു വാക്കുണ്ട്, മുൻപേ ചെയ്തു വന്നതുപോലെ. ദാറ്റ് വാസ് ഡെയിലി റൊട്ടീൻ. 3 നേരം മുട്ടുകുത്തി ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു പോന്നു. പ്രാർത്ഥിച്ചു. എ മാൻ ഓഫ് പ്രയർ. E.M. ബൗൺസ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ. E.M. ബൗൺസ്. നിങ്ങൾ നെറ്റിൽ കയറി അടിച്ചു കൊടുത്താൽ ബുക്ക് കിട്ടും പ്രാർത്ഥനയെക്കുറിച്ച് മാത്രം. ഫിലിപ്പിയാൻസി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, പ്രയർ ഡസ് ഇറ്റ് മേക്ക് എനി ഡിഫറൻസ്. നമ്മുടെ കാലം ചെയ്ത മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ട് ആ പുസ്തകം വായിച്ച് ഞാൻ കണ്ടതാണ്. ഞാൻ ഹ്യൂസ്റ്റൺ ചെന്ന സന്ദർഭത്തിൽ T.S. ഫിലിപ്പച്ചൻ്റെ കൂടെ അവിടെ താമസിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുറിയിൽ ഇങ്ങനൊരു പുസ്തകം വെച്ചിരുന്നു. അപ്പം ഞാൻ എടുത്തുനിന്ന് വായിച്ചു നോക്കിയാൽ പറഞ്ഞു, തിരുമേനിക്ക് വായിക്കാൻ ആരോ കൊടുത്താണ്. നിങ്ങൾക്കറിയാമോ, 13 വർഷം ഉണർവിന് വേണ്ടി പ്രാർത്ഥിച്ചൊരു മനുഷ്യനുണ്ട് സ്കോട്ട്ലൻഡിൽ. ഉണർവിന് വേണ്ടി 13 വർഷം പ്രാർത്ഥിച്ചു, ഇവാൻ റോബർട്ട്സ്. എന്നിട്ട് അദ്ദേഹം അവസാനം പ്രാർത്ഥിച്ചു, ഗിവ് മീ സ്കോട്ട്ലൻഡ് ഓർ ഐ ഡൈ. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിരിക്കുന്ന പ്രാർത്ഥനയാണ്, ഗിവ് മീ സ്കോട്ട്ലൻഡ് ഓർ ഐ ഡൈ. പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും കരുത്താർജിച്ച ആയുധം എന്ന് ചോദിച്ചാൽ അത് പ്രാർത്ഥനയാണ്. മാസിലാമണിയച്ചൻ മാരാമൻ മഹായോഗത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സെന്റൻസ് പറഞ്ഞ് ഞാൻ ഇന്ന് ഓർക്കുന്നു. പ്രയർ ഈസ് ദ ഓൺലി വെപ്പൺ ദാറ്റ് എനിമി കനോട്ട് ഡ്യൂപ്ലിക്കേറ്റ്. പ്രയർ ഈസ് ദ ഓൺലി വെപ്പൺ ദാറ്റ് എനിമി കനോട്ട് ഡ്യൂപ്ലിക്കേറ്റ്. ശത്രുവിന് അനുകരിക്കാൻ പറ്റാത്ത ദൈവവൈതലിലെ ഏറ്റവും വലിയൊരു ആയുധമാണ് പ്രാർത്ഥന. അല്ലെങ്കിൽ മുട്ടിന്മേൽ നിൽക്കുന്ന ദൈവത്തിൻ്റെ പൈതലിൻ്റെ മുൻപിൽ മാത്രമേ സാത്താൻ മുട്ടുമടക്കൂ. സാത്താനെ ഓടിപ്പോകണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ, നീ മുട്ടുമടക്ക്. പ്രോബ്ലംസ് എന്തുമാകട്ടെ, മുട്ടുമടക്കുന്നതിന് മുൻപിൽ സാത്താൻ ജയിക്കില്ല. കണ്ണുനീര് എവിടെ തൂകുമോ അവിടെ അനുഗ്രഹമുണ്ട്. ഏത് വീട്ടിൽ കണ്ണുനീർ തൂക്കിയിട്ടുണ്ടോ അവിടെ അനുഗ്രഹമുണ്ടായിട്ടുണ്ട്. ഈ വാസ് എ മാൻ ഓഫ് പ്രയർ. 7 എ മാൻ ഓഫ് ഹ്യൂമിലിറ്റി. വിനയം. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. വിനയം. ഈ സ്വപ്നവ്യാഖ്യാനം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ എന്താ ചെയ്യുന്നത്? നേരിട്ട് എന്ന് രാജാവിൻ്റെ അടുക്ക പോയി ഒന്നും ഘോഷിക്കുകയല്ലായിരുന്നു. നേരെ അദ്ദേഹം സഹോദരന്മാരുടെ അടുക്കലോട്ട് ചെന്നേച്ച് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? സ്വർഗത്തിലെ ദൈവത്തെ നോക്കി സ്തോത്രം ചെയ്ത് സ്തുതിച്ചു, പ്രാർത്ഥിച്ചു. സ്വർഗമേ, ഇത് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി, എനിക്ക് വെളിപ്പെടുത്തി, ഞങ്ങൾക്ക് വെളിപ്പെടുത്തി എന്നതുകൊണ്ട് സ്തോത്രം എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. രാജാവിനോട് വർത്താനം പറയുമ്പോൾ, രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ, ഈ സമ്മാനമൊക്കെ തിരുമേനി എടുത്തു, പറയുന്ന അർത്ഥമൊക്കെ ശത്രുക്കൾക്ക് ഭവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് എന്ത് പൊളൈറ്റായിട്ട്. ഹ്യൂമിലിറ്റി. എ മാൻ ഓഫ് ഹ്യൂമിലിറ്റി. യേശുക്രിസ്തുവിൻ്റെ മാനുഷിക ഗുണങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ അതിലേറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഒന്നാണ് വിനയം. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചോളെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യൻ. ഈ ക്രിസ്തുമസിൻ്റെ ഏറ്റവും വലിയ സന്ദേശം ഇതാണ്. അതായത് ഈ ഭൂലോകത്തിലെങ്ങും ഒതുങ്ങാത്ത, ഭൂമിയുടെ പൊടി നാഴിയിൽ കൊള്ളിക്കുന്ന, ആകാശത്തിൻ്റെ പരിമാണം ചാണുകൊണ്ടെടുക്കുന്ന സർവശക്തനായിരിക്കുന്ന ദൈവം ഒരു സ്ത്രീയുടെ ഉദരത്തിലെ മൈക്രോസ്കോപ്പിക് ടിഷ്യൂ ആയിട്ട് ചുരുങ്ങി. ഒരു സ്പെക്ക് ഓഫ് പ്രോട്ടീനായിട്ട് മാറി. ഞാൻ പറഞ്ഞ സൈഗോട്ട് അവിടുന്നാണല്ലോ ഉത്ഭവിച്ചു വന്നത്. അടുത്തത് എ മാൻ ഓഫ് ഗോഡ്സ് ഓൺ ഹാർട്ട്. മറ്റൊരാളെക്കുറിച്ച് പറയുന്നത് ദാവീദിനെ കുറിച്ചാണ്. ഫൈനലി എ മാൻ ഓഫ് ഫെലോഷിപ്പ്. ആരുമായിട്ട്? സഹോദരന്മാരുമായിട്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ രഹസ്യങ്ങളെ വെളിപ്പെട്ട് കിട്ടിയപ്പോൾ എൻ്റെ നേട്ടമാണെന്ന് പറയാതെ കണ്ട് ഞങ്ങൾക്കിത് വെളിപ്പെടുത്തിയ ദൈവമെന്ന ഒരു പരാമർശമുണ്ട്. ആർക്കാ വെളിപ്പെടുത്തിയേ?
വെളിപ്പെടുത്തിയത് ദാനിയേലിനെ വെളിപ്പെടുത്തിയേ. പക്ഷെ അദ്ദേഹത്തിൻ്റെ പറച്ചിലെന്താ? ഞങ്ങൾക്കിത് വെളിപ്പെടുത്തി. ഈ ദൈവത്തോടുള്ള ഫെലോഷിപ്പിൻ്റെ നിദർശനമാണ് അന്യോന്യമുള്ള ഫെലോഷിപ്പ്. നാം ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ശ്രദ്ധിച്ചതായിരിക്കുന്ന കാര്യങ്ങളെ ഹൃദയത്തിലൊന്ന് പരിശോധിച്ചാണ്. പ്രിയപ്പെട്ടവരെ, നമ്മെപ്പോലൊരു മനുഷ്യൻ ദാനിയേൽ. ആ ദാനിയേൽ എല്ലാം നഷ്ടപ്പെട്ടു, സകലം നഷ്ടപ്പെട്ടു. എവറിത്തിങ്, ഹി ലോസ്റ്റ് എവറിത്തിങ്. ഒന്നുമില്ല. ഈ ഫെയ്ത്തിന് അനുകൂലമായി ഒന്നുമില്ലാത്തപ്പോൾ ഹി പ്രിപ്പയർഡ് ടു ബിലീവ് ഇൻ ഇൻവിസിബിൾ ഗോഡ്. അദൃശ്യനായിരിക്കുന്ന ദൈവത്തിൽ ജീവിക്കുന്നു എന്ന് ഇവിടെ താമസം. അനുകൂലമല്ലാത്ത കാലത്ത് എല്ലാം നഷ്ടപ്പെട്ടു. പക്ഷേ എന്ത് നഷ്ടപ്പെട്ടില്ല? ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടില്ല. പ്രലോഭനങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും നടുവിൽ നമുക്ക് നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാൻ കഴിയേണ്ട ഒന്നാണ് ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം. ഈ സിറ്റുവേഷൻസ് ഒന്നും നമ്മൾ തിരഞ്ഞെടുക്കുന്നതല്ല ഒരിക്കലും. സിറ്റുവേഷൻസ് എവിടെ നമ്മൾ ആക്കപ്പെട്ടാലും എൻ്റെ കൺവിക്ഷൻ എന്താണെന്നറിയാമോ? എൻ്റെ ദൈവം എന്നെ അവിടെ ആക്കിയിരിക്കുകയാണ്. ഐ ആം ഹിയർ ബിക്കോസ് ഹീ ഇൻറ്റൻസ് മീ ടു ബി ഹിയർ. ആര്? ദൈവം. ഞാൻ ഇവിടെ ആയിരിക്കാൻ എൻ്റെ ദൈവം ആഗ്രഹിച്ചുകൊണ്ടാണ്. നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കും. അത് സംഭവിക്കാത്തതുകൊണ്ട് ഇച്ഛാഭംഗം നമുക്കുണ്ടാകും. വേണ്ട. നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ ചില പ്ലാനിനെ ദൈവം തട്ടിത്തെറിപ്പിക്കും. എന്തിനാണെന്നറിയാമോ? ഇങ്ങനെയൊരു ഫ്രേസ് ഈ അടുത്ത കാലത്തിൻ്റെ കൈ കിട്ടിയതാണ്. God upsets our plan to set up His plans in our life. God upsets our plan in our life in order to set up His plans in our life. Sometimes He does it. അപ്പോൾ സ്തോത്രം പറയാൻ പഠിക്കണം. ഇത് ഈ സ്പിരിച്വൽ മച്യൂരിറ്റി, ഈ പഠനത്തിലൂടെയൊക്കെ സാധിക്കേണ്ട ഒരു ആത്മീയ പക്വതയിലേക്കുള്ള വളർച്ചയാണ് സ്പിരിച്വൽ മച്യൂരിറ്റി. എൻ്റെ കർത്താവേ, അതിനെനിക്ക് സഹായിക്കണമേ, തുണയല്ലണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ദാനിയേലിൻ്റെ ആളത്വത്തിൻ്റെ ചില ക്വാളിറ്റികൾ നമുക്ക് ഗ്രഹിക്കാനായിട്ട് സാധിച്ചില്ല. കർത്താവേ, പ്രാർത്ഥനയ്ക്കായിട്ട് വരിക. ഏതോ ഗുണം എന്നറിവാ ഇല്ല ജ്ഞാനം നിമിത്തം നേരി മാർഗ്ഗത്തിൽ തിരിച്ചു നിന്റെ ഗീത പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. പ്രിയനെ, തിരുഹിതം തിരിച്ചറിയാൻ പ്രാപ്തി തരണേ. പരിമിതിയുള്ളവരാണ് ഞങ്ങൾ, കാലത്തിനും സമയത്തിനും ഉള്ളിൽ ജീവിക്കുന്നവരാണ് ഞങ്ങൾ. അങ്ങേ തിരിച്ചറിയാൻ പലപ്പോഴും ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. കാലത്തിന് അതീതരായ അങ്ങേ ഈ കൊച്ചു ജീവിതം കൊണ്ട് ഞങ്ങൾ തിരിച്ചറിയാൻ ശ്രമിച്ചു പോയിട്ടുണ്ട്. ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെയൊക്കെ ചിന്തകൾക്ക് അതീതമായ തരത്തിൽ ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ, ഞങ്ങൾക്ക് കാണാൻ പറ്റാത്ത തലത്തിൽ, എത്താൻ പറ്റാത്ത തലത്തിൽ ജീവിക്കുന്ന ഒരു ദൈവം ഇന്നും ഉണ്ടെന്ന് കർത്താവേ, ഞങ്ങളെ ഓർക്കുവാൻ കൃപ തരേണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്യന്തികമായി നന്മയിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ എത്തിക്കുവാൻ അങ്ങയ്ക്ക് മാത്രമേ കഴിയുള്ളൂ കർത്താവേ. കർത്തൃകാരങ്ങളിൽ ഇതാ ഞങ്ങൾ ഇത്രയും പേരുടെ ജീവിതം ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്നു. തിരുനാമത്തിൻ്റെ മഹത്വത്തിനായി ജീവിപ്പാൻ, തിരുഹിതം തിരിച്ചറിഞ്ഞ് ജീവിപ്പാൻ കൃപയും കരുത്തും ശക്തിയും നൽകണമേ. സമാധാനത്തോടെ ഏഴകളെ അയക്കണമേ. യേശു മൂലം പ്രാർത്ഥിക്കുന്നു. ദയവായി കേൾക്കണമേ.